ഹായ് നമസ്കാരം. ഏവർക്കും പി എസ് സി ക്ലൈമറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീക്ക് 4ന്റെ ടൈം ടേബിൾ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ക്ലാസ്സുകൾ എടുത്തു തുടങ്ങാൻ പറ്റിയില്ല. എനിക്ക് 2 ദിവസമായിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ക്ലാസ് എത്രയും ലേറ്റ് ആയത്. സോ അപ്പോൾ ഇനി ഈ ഒരു വീക്കിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലല്ല ക്ലാസ്, ഡെയിലി ക്ലാസ് പോകുന്നുണ്ട് ഈ 3 ചാപ്റ്റേഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ. ദെൻ സൺഡേയിൽ ഈ ഒരു 3 ചാപ്റ്റേഴ്സ് വെച്ചിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റും കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. സോ അപ്പോൾ നമുക്ക് ഈ വീക്കിൽ പഠിക്കാനുള്ളത് 3 പാഠങ്ങളാണ്. 3 പാഠവും 9ാം ക്ലാസ്സിൽ നിന്നുള്ളതാണ്. മൂന്നാമത്തെ പാഠം ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക്, 4ാമത്തെ പാഠം ഊർജ്ജത്തിനായി ശ്വസിക്കാം, 5ാമത്തെ പാഠം വിസർജനം സമസ്ഥിതി പാലനത്തിന്. ഓക്കെ, അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ വീക്കിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠമാണ് ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക്. അപ്പൊ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ കുറേ എന്താ പറയാ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗം കൂടിയാണ്. സോ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ചിലപ്പോൾ ഈ ക്ലാസ് കുറച്ച് ലോങ് ആയി പോയേക്കാം. എങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ്സ് ബ്രേക്ക് എടുത്ത് 20 മിനിറ്റ്സ് കാണുക, then ഒരു ബ്രേക്ക് എടുക്കുക, then 20 മിനിറ്റ്സ്, അങ്ങനെ എന്തെങ്കിലും ഒന്ന് മാനേജ് ചെയ്യുക. അതേപോലെ കണ്ട കാര്യങ്ങളിൽ വീണ്ടും വീണ്ടും സംശയം വരുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ക്ലാസ് ഒന്നുകൂടെ കാണുക. കാര്യം ഹൃദയത്തിന്റെ ആ ഒരു വർക്കിംഗ് എങ്ങനെയാണ്, ആ ഒരു രക്തം ശുദ്ധീകരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സോ ചെറിയൊരു കൺഫ്യൂഷൻ തോന്നിയേക്കാം കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അത് പറഞ്ഞത്. പിന്നെ അതേപോലെ LGS ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന LGS എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഞാൻ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം പഠിപ്പിക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻസ് കാണിച്ചിട്ട് നമുക്ക് അതിന്റെ ആൻസറും ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ അതുകൊണ്ട് തന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠമാണ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമ്മൾ മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട പാഠം കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി സബ്ജക്റ്റിലേക്ക് പോകാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. നമ്മൾ ഇടയ്ക്കൊന്ന് ഫിസിക്സിന്റെ ഒരു ചാപ്റ്റർ എടുത്തിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 21 ചാപ്റ്റർ ഈ ഹ്യൂമൻ ബോഡിയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളത് കൊണ്ട് തന്നെ അതങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരു കോൺഫിഡൻസ് ആവും, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, ഇനി ഇതിൽ നിന്ന് ഒരു മാർക്കും പോവില്ല എന്നുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഒറ്റയടിക്ക് എടുത്ത് പോകുന്നത് കേട്ടോ. സോ അപ്പം 3ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്, ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക്. അപ്പൊ നോക്കിക്കേ, ഇവിടെ കൊടുത്തിട്ടുണ്ട് സംശയം ചോദിക്കുന്നത് കണ്ടോ. രക്തത്തിലൂടെയാണല്ലോ ലഘു പോഷകങ്ങൾ കോശങ്ങളിൽ എത്തുന്നത്. അങ്ങനെയെങ്കിൽ കോശത്തിനുള്ളിൽ രക്തം പ്രവേശിക്കുന്നുണ്ടോ? അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നു രക്തത്തിലൂടെയാണ് ലഘു പോഷകങ്ങൾ കോശങ്ങളിൽ എത്തുന്നതെന്ന്. അപ്പോ ഇവിടുത്തെ സംശയം ഇതാണ്, ഈ കുട്ടിയുടെ സംശയം ഇതാണ്, അങ്ങനെയാണെങ്കിൽ കോശത്തിനുള്ളിൽ രക്തം പ്രവേശിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല, പ്രവേശിക്കുന്നില്ല. അതിന് കാരണമൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. നോക്കാം. ലഘു പോഷകങ്ങൾ ചെറുകുടലിൽ വെച്ച് രക്തത്തിലേക്കും ലിംബിലേക്കും ആഗിരണം ചെയ്യപ്പെടുന്നില്ലേ? ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ചെറുകുടലിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എവിടെ വെച്ചാണ്? ചെറുകുടലിലാണ്. അതേപോലെ വില്ലസുകൾ എന്ന സ്ട്രക്ചർ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ചെറുകുടലിലാണ്. ഓക്കെ, അതേപോലെ ആഹാര പദാർത്ഥങ്ങളുടെ ആഗിരണം തുടങ്ങുന്നത് എവിടെ വെച്ചിട്ടാണ്? അതും ചെറുകുടലിൽ വെച്ചിട്ടാണ്. ഓർത്ത് വെച്ചോണേ. എങ്ങനെയാണ് ലഘു പോഷകങ്ങൾ രക്തത്തിലൂടെയും ലിംഫിലൂടെയും കോശങ്ങളിൽ എത്തുന്നത്? അപ്പൊ അതിനെപ്പറ്റി പറയുകയാണ്. അപ്പൊ അതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ അറിയണമെങ്കിൽ നമുക്ക് ആദ്യം രക്തത്തിന്റെ ഘടനയെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ രക്തത്തില് പ്രധാനമായിട്ടും പ്ലാസ്മയും രക്തകോശങ്ങളും ആണുള്ളത്. ഇനി ഈ രക്തത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് വരുന്ന ഒരു ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ ഓർത്ത് വെച്ചേക്കുക, രക്തത്തില് പ്ലാസ്മയുണ്ട്, അതേപോലെ രക്തകോശങ്ങളുണ്ട്. 55% പ്ലാസ്മയാണ്, ബാക്കി വരുന്ന 45% രക്തകോശങ്ങളുള്ളത്. അപ്പൊ രക്തത്തിൽ എന്തൊക്കെയുണ്ട്? പ്ലാസ്മ 55% ഉണ്ട്, മറ്റ് രക്തകോശങ്ങൾ 45% ഉണ്ട്. എന്നാൽ ഒറ്റ നോട്ടത്തിൽ ഇവയെ നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു പരീക്ഷണം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പരീക്ഷണം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്, കാരണം അതിലെ ഒരു കാര്യം നമുക്ക് ആവശ്യമാണ്. അപ്പൊ നോക്കാം. ഒരു ടെസ്റ്റ് ട്യൂബിലെ രക്തത്തില് രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന, കണ്ടോ, അതാണ് അവിടെ ഓർത്തു വെക്കേണ്ടത്. രക്തം കട്ട പിടിക്കുന്ന തടയുന്ന ഒരു രാസവസ്തുവാണ് EDTA. എന്താണ്? EDTA എന്താണ്? രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ്. ഇത് കെമിസ്ട്രിയിൽ നമുക്ക് EDTA പറ്റി പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അതൊന്ന് ഓർത്ത് വെച്ചോട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അപ്പം ഇതൊന്ന് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോഴും നമുക്ക് എളുപ്പമായിരിക്കും. സോ ഇപ്പൊ EDTA ഫുൾ ഫോമും കൂടെ ഇവിടെ നിന്ന് നോക്കിക്കോ. എത്തിലീൻ ഡയമീൻ ടെട്രാസെറ്റിക് ആസിഡ്. എത്തിലീൻ ഡയമീൻ ടെട്രാസെറ്റിക് ആസിഡ്. അപ്പോ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? EDTA ആണ്. EDTA ഫുൾ ഫോം എന്താണ്? എത്തിലീൻ ഡയമീൻ ടെട്രാസെറ്റിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രാസവസ്തു ഈ ടെസ്റ്റ് ട്യൂബിലുള്ള രക്തത്തിലേക്ക് ആഡ് ചെയ്യുക. അപ്പൊ ഇത് എന്തിനെ സഹായിക്കും? രക്തം കട്ട പിടിക്കാതിരിക്കാൻ അല്ലെ, കട്ട പിടിക്കുന്നതിന് തടയുന്ന രാസവസ്തുവാണ്.
എന്നിട്ട് എന്ത് ചെയ്യണം, കുറച്ച് സമയം വെക്കണം. അപ്പൊ ഇങ്ങനെ കുറച്ച് സമയം വെക്കുന്ന സമയത്ത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ രക്തകോശങ്ങളെയും ദ്രാവക ഭാഗത്തെയും നമുക്ക് വേർതിരിച്ച് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇനി അതിനെപ്പറ്റി നമുക്ക് നോക്കാം. ദേ ഇവിടെ നോക്കാം. പ്ലാസ്മയും രക്തകോശങ്ങളുമാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പ്ലാസ്മ 55% ഉണ്ട്, ബാക്കി വരുന്നത് രക്തകോശങ്ങളാണ് 45%. അപ്പൊ ആ പ്ലാസ്മയുടെ ഒരു സ്ട്രക്ചറിനെ പറ്റിയൊക്കെ ഇവിടെ പറയുന്നുണ്ട്. രക്തത്തില് 55% വരുന്ന ഇളം മഞ്ഞ നിറമുള്ള ദ്രാവകമാണ് പ്ലാസ്മ. അപ്പൊ പ്ലാസ്മ ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്? ലിക്വിഡ് സ്റ്റേറ്റിലാണ്, അല്ലെങ്കിലോ ദ്രാവകാവസ്ഥയിലാണ്. ദ്രാവകാവസ്ഥയിലാണ് പ്ലാസ്മ കാണപ്പെടുന്നത്. ഇനി എത്ര ശതമാനം ഉണ്ട്? 55% ഉണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പലതവണ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. പിന്നെ നിറം പറയുവാണെങ്കിലോ ഇളം മഞ്ഞ നിറമുള്ള ദ്രാവകമാണ്. ഇനി രക്തകോശങ്ങൾ പ്ലാസ്മയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ രക്തകോശങ്ങളും എവിടെയാ കാണപ്പെടുന്നത്? പ്ലാസ്മയിലാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു രക്തകോശങ്ങൾ 45% ഉണ്ട്, പ്ലാസ്മ 55%. അതുകൊണ്ടാണ് ഇത് ഈ പ്ലാസ്മയിൽ തന്നെ കാണപ്പെടുന്നതുകൊണ്ടാണ് ഇതിനെ വേർതിരിച്ച് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റാത്തത്. ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യേണ്ടി വന്നത്. ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ്, അമിനോ ആസിഡുകൾ, ഫാറ്റി ആസിഡുകൾ, ഗ്ലിസറോൾ തുടങ്ങിയ ലഘുഘടകങ്ങൾ കോശങ്ങളിൽ എത്തുന്നത് പ്ലാസ്മയിലൂടെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു പ്ലാസ്മ രക്തത്തിൽ 55% ഉണ്ട്, ഇളം മഞ്ഞ നിറമുള്ള ദ്രാവകമാണ്, രക്തകോശങ്ങൾ പ്ലാസ്മയിലാണ് കാണപ്പെടുന്നത്. പിന്നെ ദഹനഫലമായിട്ടുണ്ടാകുന്ന ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡുകൾ, ഗ്ലിസറോൾ തുടങ്ങിയ ലഘുഘടകങ്ങളൊക്കെ കോശങ്ങളിൽ എത്തുന്നത് പ്ലാസ്മയിലൂടെയാണ്. ഓക്കെ, ഇനി പ്ലാസ്മയിൽ എന്തൊക്കെയുണ്ട്? പ്ലാസ്മയിൽ ഏറ്റവും കൂടുതലുള്ളത് ജലമാണ്. ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, പ്ലാസ്മയിൽ 90%-ലധികം കാണപ്പെടുന്നത് എന്താണ് എന്നുള്ള രീതിയിൽ. എന്താണ്? ജലമാണ്. അതേപോലെ പ്രോട്ടീനുകളുണ്ട്. പ്രോട്ടീനുകൾ ഏകദേശം 7 മുതൽ 8% വരെയാണ്. ഇനി മറ്റു ഘടകങ്ങൾ, കൊഴുപ്പുണ്ട്, ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്, യൂറിയ ഉണ്ട്, പഞ്ചസാരയുണ്ട്, ഹോർമോണുകളുണ്ട്. സോ രക്തത്തില് പ്ലാസ്മ 55% ഉണ്ട്, 45% മറ്റു കോശങ്ങളുണ്ട്. ഇത് ഒരുമിച്ചാണ് കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു. ഇനി ഈ പ്ലാസ്മയിൽ എന്താണ്? ജലം 90 മുതൽ 92% വരെയുണ്ട്. പ്രോട്ടീനുകൾ 7 to 8%, 7 മുതൽ 8% വരെയുണ്ട്. പിന്നെ കൊഴുപ്പ്, ലവണങ്ങൾ, യൂറിയ, പഞ്ചസാര, ഹോർമോണുകൾ പോലെ മറ്റ് ചില ഘടകങ്ങളുണ്ട്. ഇനി അടുത്തത് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ ഏതെല്ലാം? താഴെ തന്നിട്ടുള്ളതിൽ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ ഏതെല്ലാം അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓർത്തേക്കുക, ഏതൊക്കെയാണ്? ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്. ഏതൊക്കെയാണ്? ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്. അപ്പൊ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ ഒന്ന് പഠിച്ചു പോവുക കേട്ടോ. ഇനി ഓരോന്നിന്റെ ഫംഗ്ഷൻ. ആൽബുമിനാണ് രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നത്. അപ്പോ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ആൽബുമിനാണ്. ഇനി രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? അത് ഗ്ലോബുലിൻ ആണ്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ്, കുറെ തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം നടന്ന പരീക്ഷയിലും LGS ലെവൽ എക്സാമിലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫൈബ്രിനോജൻ എന്താണ്? രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ഫൈബ്രിനോജൻ. രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ ആണ്. ഓക്കെ, അപ്പൊ പ്ലാസ്മയിലുള്ള പ്രോട്ടീൻസ് ഏതൊക്കെയാ? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. പ്ലാസ്മയിൽ എത്ര ശതമാനം പ്രോട്ടീനുകൾ ഉണ്ട്? 7 to 8%, അല്ലെ. 7 മുതൽ 8% വരെ പ്രോട്ടീനുകൾ കാണാം. ഇനി രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ ആണ്. രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ആണ്. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഞാൻ അതേ ക്വസ്റ്റ്യൻ കൂടെ കാണിച്ചു തരാം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ സെക്കൻഡ് സ്റ്റേജ് LGSന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ നമ്മളിപ്പോ പഠിച്ചു, ഫൈബ്രിനോജൻ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ C ആണ്. കണ്ടോ, അതിൽ ആൽബുമിനും ഗ്ലോബുലിനും ഒക്കെ തന്നിട്ടുണ്ട്. കെരാറ്റിൻ എന്താണ്? പ്ലാസ്മ പ്രോട്ടീൻ അല്ല.
ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്ക്. കണ്ടോ, പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനോടനുബന്ധമായിട്ട് നമുക്കൊന്ന് ഓർത്ത് വെക്കാൻ എളുപ്പത്തിന് ഞാൻ കുറച്ച് കാര്യങ്ങളോട് ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ ഇപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ അതിനെപ്പറ്റി ഇല്ല എങ്കിലും നമ്മുടെ SCRT പല പാഠഭാഗങ്ങളിലായിട്ട് പഠിക്കുന്ന. അപ്പൊ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ധാതു അല്ലെങ്കിൽ ലോഹം ഏതാണ്, അല്ലെങ്കിൽ മൂലകം ഏതാണെന്നൊക്കെ ചോദിക്കാം. അത് ഏതാണ്? അത് കാൽഷ്യമാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ധാതു ഏതാണ്? കാൽഷ്യമാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണ്? കാൽഷ്യമാണ്. ഇനി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഒരു വിറ്റാമിൻ ഉണ്ട്, അത് ഏതാണ്? വിറ്റാമിൻ കെ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ ആണ്. ഇനി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്താണു ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് പ്ലേറ്റ്ലെറ്റ് ആണ്. ഓക്കെ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്താണു പ്ലേറ്റ്ലെറ്റ് ആണ്. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞു രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ആണ്. ഓക്കെ, അപ്പൊ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ധാതു കാൽഷ്യം, വിറ്റാമിൻ കെ, പ്ലേറ്റ്ലെറ്റ് എന്താണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്താണു, ഫൈബ്രിനോജൻ ആണെങ്കിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. ഇത് പല തവണകളിലായിട്ട് ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസും PSC റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചോളുക. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ കണ്ടോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്ലാസ്മയിലൂടെ ആഗിരണം ചെയ്യപ്പെടുന്ന ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ പ്ലാസ്മയിലെ പ്രോട്ടീനുകളും അവയുടെ ധർമ്മവും ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഹൃദയത്തെ പറ്റിയാണ്. ഇതും എപ്പോഴും ചോദിക്കാറുണ്ട്. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ഏതെന്ന് 2024 നടന്ന ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. പെരികാർഡിയമാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്കൊക്കെ വരാം. അപ്പൊ നമുക്ക് ആദ്യം ഹൃദയത്തിനെ പറ്റി ആ ഒരു ലൊക്കേഷനും ഒക്കെ ഒന്ന് പഠിക്കാം. മനുഷ്യ ഹൃദയം ഒരു പമ്പ് പോലെ നിരന്തരം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് രക്തം രക്തക്കുഴലുകളിലൂടെ നാനാഭാഗത്തേക്കും തുടർച്ചയായി ഒഴുകുന്നത്. അപ്പൊ മനുഷ്യ ഹൃദയം ഇങ്ങനെ തുടർച്ചയായി അല്ലെങ്കിൽ നിരന്തരം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് രക്തം രക്തക്കുഴലുകളിലൂടെ വിവിധ ഭാഗങ്ങളിലേക്ക്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഒഴുകുന്നത്. ഇനി എവിടെയാണ് ലൊക്കേഷൻ? ഔരസാശയത്തിൽ മാറല്ലിന് പിറകിലായി. അതേപോലെ ഈ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെച്ചോണേ, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ടേ. ഔരസാശയത്തില് മാറല്ലിന് പിറകിലായി രണ്ട് ശ്വാസകോശങ്ങളുടെയും നടുവിൽ, ഇവിടെ പിക്ചർ കാണിച്ചിട്ടുണ്ട് കേട്ടോ, രണ്ട് ശ്വാസകോശങ്ങളുടെയും നടുവിൽ ഇടതുവശത്തേക്ക് അല്പം ചെരിഞ്ഞാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. ഇത് സ്റ്റേറ്റ്മെന്റിൽ തെറ്റിച്ചു തരാം, വലതുവശത്തേക്ക് ചെരിഞ്ഞാണെന്നൊക്കെ പറയാം. അപ്പൊ ഓർത്ത് വെച്ചോണം, എങ്ങോട്ടേക്കാണ്? ഇടതുവശത്തേക്ക് അല്പം ചെരിഞ്ഞാണ് ഹൃദയം കാണപ്പെടുന്നത്. അപ്പൊ ആ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞേ. ഔരസാശയത്തിൽ മാറല്ലിന് പിറകിലായി രണ്ട് ശ്വാസകോശങ്ങളുടെയും നടുവിൽ ഇടതുവശത്തേക്ക് അല്പം ചെരിഞ്ഞ് ഹൃദയം സ്ഥിതി ചെയ്യുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഔരസാശയത്തിൽ മാറല്ലിന് പിറകിലായി രണ്ട് ശ്വാസകോശങ്ങളുടെയും നടുവിൽ ഇടതുവശത്തേക്ക് അല്പം ചെരിഞ്ഞാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ 2-3 തവണ ഈ ക്ലാസ് ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് രജിസ്റ്റർ ആവും കേട്ടോ. അതേപോലെ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ വരും. അതുകൊണ്ടാണ് ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താ? ഒരാളുടെ ഹൃദയത്തിന് അയാളുടെ മുഷ്ടിയുടെ വലിപ്പമാണ് ഉണ്ടാവുന്നത് അല്ലെ. നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം ഉണ്ട്, അത്രയുമാണ് ഒരാളുടെ ഹൃദയത്തിന്റെ വലിപ്പം വരുന്നത്. ഇനി അടുത്തത് എപ്പോഴും ചോദ്യം ചോദിക്കാറുള്ളത്, ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരമാണ് പെരികാർഡിയം. ഈ സ്ഥലങ്ങൾക്കിടയിൽ, ഇരട്ട സ്ഥലമാന്ന് പറഞ്ഞല്ലേ, അപ്പൊ ഈ സ്ഥലങ്ങൾക്കിടയിൽ എന്തുണ്ട്? പെരികാർഡിയൽ ദ്രവം അഥവാ പെരികാർഡിയൽ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇതെന്തിനാണ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഫ്ലൂയിഡിന്റെ ആവശ്യകത അവിടെ? ഹൃദയം ഇടിക്കുമ്പോൾ സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം അഥവാ ആ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പെരികാർഡിയൽ ദ്രവം ഹൃദയത്തിന്റെ ആ ഒരു ഇരട്ട സ്ഥലത്തിനുള്ളിൽ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോ എന്താ പറഞ്ഞത്? പെരികാർഡിയം എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലമാണ്. ഈ സ്ഥലത്തിനുള്ളിലുള്ള ഒരു ലൂബ്രിക്കന്റ് ആണ് അല്ലെ, സ്നേഹകമാണ് ഏത്? പെരികാർഡിയൽ ദ്രവം എന്ന് പറയുന്നത്. ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഘർഷണം കുറയ്ക്കുന്നതിന്, ഹൃദയമിടിക്കുമ്പോൾ സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. അപ്പൊ ഓക്കെ അല്ലേ? ഹൃദയത്തെ പറ്റി എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു, അതിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും പഠിച്ചു. ഓക്കെ, അടുത്തത് ഇനി ഹൃദയത്തിന്റെ നെടുകയുള്ള ഛേദം എന്ന് പറഞ്ഞിട്ട് ഒരു പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ പിക്ചർ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക്
കുറച്ച് സംശയങ്ങളൊക്കെ വരും, ഇത് പഠിക്കണോന്നൊക്കെ തോന്നും. പക്ഷെ എന്താണ്, ഇതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുക. ഒരുപാട് ഇതിലേക്ക് ഡെപ്ത് ആയിട്ട് പോകണ്ട, എങ്കിൽ ഇതിനെപ്പറ്റി അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, അതൊന്ന് പഠിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാക്കാൻ എന്തൊക്കെ സാധിക്കും നോക്കിക്കേ. ഒന്ന് നമുക്കറിയാം, ഹൃദയത്തിന് 4 അറകളുണ്ട്. മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? 4 അറകളുണ്ട്. ഇപ്പൊ നമ്മൾ മുൻപത്തെ ഒരു ചാപ്റ്ററിൽ ഇങ്ങനെ മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളുണ്ട്, അങ്ങനെ ഓരോന്നിന്റെയും ഓരോ ജന്തുക്കളുടെയും ഹൃദയത്തിന് എത്ര അറകളുണ്ടെന്നൊക്കെ പഠിച്ചു. പക്ഷെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ല. ഓക്കെ, അപ്പോ മുകളില് 2 അറകൾ, മുകളിലുള്ള 2 അറകളാണ്. ഒന്ന് വലതേട്രിയം, അടുത്തത് ഇടതേട്രിയം. താഴെയുള്ള അറകളെയാണ് വെൻട്രിക്കിളുകൾ എന്ന് വിളിക്കുന്നത്. വലതു വെൻട്രിക്കിള്, ഇടതു വെൻട്രിക്കിള്. അപ്പോ നമ്മൾ പഠിച്ചു 4 അറകളുണ്ട് അല്ലെ? വലതേട്രിയം, പിന്നെയോ വലതു വെൻട്രിക്കിൾ, ഇടതേട്രിയം, ഇടതു വെൻട്രിക്കിൾ. മുകളിലുള്ള അറയാണ് ഏട്രിയം, പിന്നെ താഴെയുള്ളതാണെങ്കിൽ വെൻട്രിക്കിൾ ആണ്. ഓക്കെ, ഇനി ഇവിടെ കണ്ടോ കുറച്ച് ആരോ മാർക്കുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ? എന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് രക്തപ്രവാഹ ദിശയാണ് എന്നുള്ളത് അല്ലെ? അപ്പോ ഇവിടെ നോക്കിക്കേ, മഹാസിര, ഊർധമഹാസിര. ഈ മഹാസിര എന്ന് പറയുന്നത് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്നതാണ്. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്നതാണ് മഹാസിര. പുറത്തേക്ക് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന സിരയാണ് മഹാസിര. ഇനി ഹൃദയത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ധമനികൾ, മഹാധമനി. കണ്ടോ? അപ്പൊ ഹൃദയത്തിലേക്കാണെങ്കിൽ മഹാസിര, ഹൃദയത്തിൽ നിന്നാണെങ്കിൽ മഹാധമനി. ഇനി ഇവിടെ ഒരു കാര്യം ഓർത്തു വെക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. 2 വാൾവുകളുണ്ട്. ട്രൈകസ്പിഡ് വാൾവ് ഉണ്ട്, ബൈകസ്പിഡ് വാൾവ് ഉണ്ട്. നോക്കിക്കേ, ആ പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ കണ്ടോ ട്രൈകസ്പിഡ് വാൾവ്, അതായത് വലതേട്രിയത്തിന്റെയും വലതു വെൻട്രിക്കിളിന്റെയും ഇടയിൽ കാണുന്നതാണ് ട്രൈകസ്പിഡ് വാൾവ്. എവിടെയൊക്കെയാണ്? വലതേട്രിയത്തിന്റെയും വലതു വെൻട്രിക്കിളിന്റെയും ഇടയിലാണ് ട്രൈകസ്പിഡ് വാൾവ് കാണപ്പെടുന്നത്. ഇനി ഇടത് ഏട്രിയത്തിന്റെയും ഇടത് വെൻട്രിക്കിളിന്റെയും ഇടയിലാണ് ബൈകസ്പിഡ് വാൾവ് കാണപ്പെടുന്നത്. അപ്പൊ ഈ വാൾവിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഒരു സൈഡിലേക്ക് മാത്രമേ ഇതിന്റെ ഓപ്പണിംഗ് ഉള്ളൂ. അതായത് വലത് ഏട്രിയത്തില് രക്തം വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇത് സങ്കോചിക്കും അല്ലെ? ഇത് സങ്കോചിക്കുന്ന സമയത്താണ് ഈ ട്രൈകസ്പിഡ് വാൾവ് ഓപ്പൺ ആവുന്നത്. അപ്പൊ അത് എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്? വലത് വെൻട്രിക്കിളിലേക്ക് പോകും. അതേപോലെ ഇടത് ഏട്രിയത്തില് രക്തം വന്ന് ഇടത് ഏട്രിയം സങ്കോചിക്കുമ്പോൾ ബൈകസ്പിഡ് വാൾവ് വഴി അത് ഇടത് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെയാണോ? ഇവിടെ നിന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനി ഇവിടെ കണ്ടോ, ഇവിടെ ഒരു വലത് ശ്വാസകോശ ധമനി, ഇടത് ശ്വാസകോശ ധമനി കാണിച്ചിട്ടുണ്ട്. കണ്ടോ? ഇതാണ് ശ്വാസകോശ ധമനി. കണ്ടോ? ശ്വാസകോശ ധമനിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അത് തന്നെ വലത് ശ്വാസകോശ ധമനിയുമുണ്ട്, ഇടത് ശ്വാസകോശ ധമനിയുണ്ട്. ഇതും എന്താണ്? രക്തത്തിനെ വെളിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ വലത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ ഇവിടെയൊക്കെ ഉള്ളത് ഇംപ്യൂർ ബ്ലഡ് ആണ്. അതായത് ശുദ്ധീകരിക്കാത്ത ബ്ലഡ് ആണ്. അതായത് ശുദ്ധീകരിക്കാത്ത ബ്ലഡില് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്തായിരിക്കും? തീർച്ചയായിട്ടും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവായിരിക്കും അവിടെ കൂടുതൽ ഉണ്ടായിരിക്കുക. ഇനി ഇടത് സൈഡിലുള്ള ഇടത് ഏട്രിയത്തിലും ഇടത് വെൻട്രിക്കിളിലും ഉള്ളത് ശുദ്ധീകരിച്ച ബ്ലഡ് ആണ്. അപ്പൊ അവിടെ കൂടുതലുള്ളത് എന്തായിരിക്കും? O2, ഓക്സിജൻ ഗ്യാസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ മുന്നോട്ട് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാനൊന്ന് പറഞ്ഞു പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ ആ ഒരു സ്ട്രക്ചർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതൊന്ന് മനസ്സിലാക്കി വെക്കാൻ മാത്രമുള്ള ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു പിക്ചർ ഈ പാഠം പഠിക്കുന്ന സമയത്ത് കാണുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ തോന്നും. എന്ന് വെച്ച് ഇതിനെപ്പറ്റി ഒരുപാട് നിങ്ങൾ പഠിച്ചു പോകേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ അല്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇനി ഒന്നും കൂടെ വേണമെങ്കിൽ ഈ പറഞ്ഞ ഭാഗം ഒന്ന് കണ്ടു നോക്കാം. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ക്ലാസ് ഒരുപാട് ലോങ് ആയി പോകും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഹൃദയത്തിന്റെ 4 അറകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളും അവ വന്ന് ചേരുന്ന അറകളും, പിന്നെ നമ്മൾ ഇനി അതിന്റെ ഡീറ്റെയിൽസ് താഴത്തേക്ക് പഠിക്കുന്നുണ്ട് കേട്ടോ. ഇനിയപ്പോ നോക്കാം, രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നതിൽ ഹൃദയത്തോടൊപ്പം രക്തക്കുഴലുകൾക്കും പങ്കുണ്ടെന്ന് മനസ്സിലായി. നമ്മൾ പറഞ്ഞല്ലേ, ഹൃദയത്തിലേക്ക് രക്തം വരുന്നതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് രക്തം പോകുന്നതുകൊണ്ട്. ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്ന വലിയ ധമനികൾ ചെറുധമനികളായും ചെറുധമനികൾ ലോമികകളായും മാറുന്നു. തുടർന്ന് ഈ ലോമികകൾ ചേർന്ന് ചെറുസിരകൾ ചേർന്ന് വലിയ സിരകളും രൂപപ്പെടുന്നു.
രൂപപ്പെട്ട് ഹൃദയത്തിൽ അവസാനിക്കുന്നത്. ഇവിടെ ആ പിക്ചർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്ന വലിയ ധമനി, കണ്ടോ, വലിയ ധമനികള് എന്തായി മാറുന്നു? ഇവിടെ നോക്കിക്കേ, ചെറിയ ധമനികളായിട്ട് മാറുന്നു. എന്നിട്ട് ഈ ചെറിയ ധമനികള് ലോമികകളായിട്ട് മാറുന്നു. എല്ലാം പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ലോമികകൾ ചേർന്ന് എന്തായിട്ട് മാറുന്നു? ചെറിയ സിരകളായിട്ട് മാറുന്നു. ചെറിയ സിരകൾ ചേർന്ന് വലിയ സിരകൾ രൂപപ്പെടുന്നു. അപ്പൊ ഇത്രയും ഓർക്കുക, ധമനികൾ ചേർന്ന് ലോമികകളായി മാറി, ലോമികകളാണ് സിരയായിട്ട് മാറുന്നത്. ഇവരുടെ ഫംഗ്ഷനിലും അതേപോലെ ഇവരുടെ ആ ഒരു പ്രോപ്പർട്ടീസിലും ഒക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതിനെ പറ്റിയാണ് ഇനി ഈ കോളത്തിൽ പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് സിരയെ പറ്റിയാണ്. സിര അഥവാ വെയിൻ, നമ്മൾ ഈ ലാസ്റ്റ് പറഞ്ഞ അല്ലെ, ചെറുധമനികളും ലോമികകളായിട്ട് മാറിയിട്ട് ലോമികകൾ ചേർന്നുണ്ടാവുന്ന ചെറുസിരകൾ, ദെൻ ചെറുസിരകൾ ചേർന്ന് വലിയ സിര രൂപപ്പെടുന്നു. അപ്പൊ ആ സിരയെ പറ്റി പറയുവാണ്. രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുക എന്നുള്ളതാണ് സിര ചെയ്യുന്നത്. നമ്മൾ ആ ഒരു പിക്ചറിലും അത് പറഞ്ഞിരുന്നു അല്ലെ. ഞാൻ ആ പിക്ചർ ഇവിടെ ഒന്നുകൂടെ കാണിക്കാം. കണ്ടോ, ഇവിടെ നമ്മൾ പറഞ്ഞു മഹാസിരയെ പറ്റിയും ഒക്കെ നമ്മളിവിടെ പറഞ്ഞു അല്ലെ. ഇപ്പൊ ഈ സിര, അതേപോലെ അതോ മഹാസിര, ഇതൊക്കെ എന്താണ്? ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന എന്ന് പറഞ്ഞു. അപ്പൊ അതാ പറഞ്ഞിരിക്കുന്നത്, രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നു. ഇനി മറ്റൊരു പ്രത്യേകതയാണ്, ഇവർക്ക് കനം കുറഞ്ഞ ഭിത്തിയാണുള്ളത്. എന്താണ്? കനം കുറഞ്ഞ ഭിത്തിയാണുള്ളത്. പിന്നെ ഉള്ളില് വാൾവുകൾ കാണപ്പെടുന്നു. ഉള്ളിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? വാൾവുകൾ കാണപ്പെടുന്നുണ്ട്. പിന്നെ കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. അപ്പൊ സിരയെ പറ്റി നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് പറഞ്ഞേ. രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നു. കനം കുറഞ്ഞ ഭിത്തിയാണ് ഇവയ്ക്കുള്ളത്. ഉള്ളില് വാൾവുകൾ കാണപ്പെടുന്നു. ദെൻ കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് ഇതിലൂടെ രക്തം ഒഴുകുന്നത്. അടുത്ത നമുക്ക് ധമനിയെ പറ്റി പഠിക്കാം. നമ്മൾ ഇവിടെ കണ്ടു അല്ലെ, ധമനികള് എന്താണ്? വലിയ ധമനി ചെറിയ ധമനികളായിട്ട് മാറുന്നു. അവിടുന്ന് അത് ലോമികകളായിട്ട് മാറി, ദെൻ ചെറുസിരകളാവുന്നു, സ്ഥിരകളാവുന്നു. ഇങ്ങനെയാണ് പോകുന്നത് നമ്മൾ കണ്ടല്ലേ. അപ്പൊ ധമനിയെ പറ്റി നോക്കിക്കോ. ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്നു. ധമനി എന്താ ചെയ്യുന്നത്? ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുവാണ്. കണ്ടോ, ഞാനിവിടെ പറഞ്ഞല്ലേ, മഹാധമനിയെ പറ്റിയൊക്കെ പറഞ്ഞു. ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുവാണ് ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, വലത് ശ്വാസകോശ ധമനി ചെയ്യുന്നത് കണ്ടോ. ഹൃദയത്തെ എന്ത് ചെയ്യുവാണ്? രക്തത്തെ എന്ത് ചെയ്യുവാണ്? പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് അല്ലെ. അപ്പോ അതാണ് ധമനികളുടെ ഫംഗ്ഷൻ. ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്നു. ഇനി ഇലാസ്തികതയുള്ളതും കനം കൂടിയതുമായ ഭിത്തിയാണ് ധമനികളിൽ കാണപ്പെടുന്നത്. അപ്പം ധമനികളിൽ എങ്ങനെയാണ്? ഇലാസ്തികതയുള്ളതും കനം കൂടിയതുമായിട്ടുള്ള ഭിത്തിയാണ്. അതേപോലെ ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചതില് സിര രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നു. ധമനി ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത നമുക്കുള്ളത് ലോമികകളാണ്. ലോമികകൾ എന്ന് പറയുന്നത് ധമനികളെയും സിരകളെയും ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ്. എന്താ പറഞ്ഞത്? ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ. ലോമികകൾ അഥവാ കാപ്പിലറീസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭിത്തിയാണ് ഇവർക്കുള്ളത്. ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഭിത്തിയാണ് ആർക്കുള്ളത്? ലോമികകൾക്കുള്ളത്. ഇനി ഭിത്തിയില് അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. ഭിത്തിയിൽ എന്തുണ്ട്? അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. പിന്നെയോ ഇവരില് വാൽവുകൾ കാണപ്പെടുന്നില്ല. ലോമികകളിൽ എന്താണ്? വാൽവുകളില്ല. അതേപോലെ കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ലോമികകളിലൂടെ ഒഴുകുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. ഇനി അപ്പൊ നമുക്ക് നോക്കാം ഹൃദയത്തിന്റെ പ്രവർത്തനം. നോക്കിക്കേ, ഹൃദയം നിരന്തരം താളാത്മകമായി മിടിച്ചുകൊണ്ടിരിക്കുന്നു. ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതും സൈനോ ഏട്രിയൽ നോഡാണ്. SAN, സൈനോ ഏട്രിയൽ നോഡ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താ ക്വസ്റ്റ്യൻ? ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതും എന്താണ്? സൈനോ ഏട്രിയൽ നോഡാണ്.
ഇത് വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. അതും ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? സൈനോ ഏട്രിയൽ നോഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വലത് ഏട്രിയത്തിന്റെ, വലത് ഏട്രിയം കണ്ടേ, വലത് ഏട്രിയം എവിടെയാണ് ചെയ്തത്? വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഒരു വൈദ്യുത സെല്ല് പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ ഭാഗം പേസ് മേക്കർ എന്നറിയപ്പെടുന്നു. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സോ സൈനോ ഏട്രിയൽ നോഡാണ് പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് സൈനോ ഏട്രിയൽ നോഡാണ്. ഇനി അടുത്ത് നോക്കിക്കേ, കൃത്രിമ പേസ് മേക്കർ. അപ്പൊ ഇതിനെപ്പറ്റി പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് പറയാവേ. ഹൃദയസ്പന്ദനം ക്രമമായി നടക്കണമെങ്കിൽ പേസ് മേക്കർ ശരിയായി പ്രവർത്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് ക്രമരഹിതമാകും. പരിഹരിച്ചില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകാം. എന്നാൽ ഇന്ന് അതൊരു പ്രശ്നമല്ല. ശസ്ത്രക്രിയയിലൂടെ കൃത്രിമ പേസ് മേക്കർ ത്വക്കിനടിയിൽ, എവിടെയാണ്? ത്വക്കിനടിയിൽ ഉറപ്പിക്കുവാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയും. കൃത്രിമ പേസ് മേക്കറിന് 2 ഭാഗങ്ങളുണ്ട്. ആദ്യത്തേത് പൾസ് ജനറേറ്റർ എന്ന ഭാഗമാണ്. അതിൽ നിന്നുള്ള വൈദ്യുത സിഗ്നലുകളെ ഹൃദയത്തിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമാണ് രണ്ടാമത്തെ ഭാഗത്തിലുള്ളത്. വിൽസൺ ഗ്രേറ്റ് ബാച്ച്, ആരാണ്? വിൽസൺ ഗ്രേറ്റ് ബാച്ച് എന്ന അമേരിക്കൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് ഈ ഉപകരണത്തിന്റെ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചത്. 1960-കൾ മുതൽ കൃത്രിമ പേസ് മേക്കർ ശസ്ത്രക്രിയ നടത്തുവരുന്നു. അപ്പം ത്വക്കിനടിയിലാണ് ഉറപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അതേപോലെ തന്നെ വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണിത് കണ്ടെത്തിയതും എന്നുള്ള കാര്യം കൂടി ഓർത്തേക്കുക. ഇനി അടുത്ത നമുക്ക് നോക്കാം, ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച്. ഇവിടെ കണ്ടോ, ഒരു ചാർട്ട്, ഒരു ഇത് തന്നിട്ടുണ്ട്, ഒരു ചിത്രീകരണം തന്നിട്ടുണ്ട്. അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. ഞാൻ ഇവിടെ ഇപ്പം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് എന്താണെന്നുള്ളത് ഒന്ന് പറയാം. ഇവിടെ നോക്കിക്കോളുക, ഈ പിക്ചർ വെച്ചിട്ട് നമുക്കിത് പറയാം കേട്ടോ. അപ്പൊ ആദ്യം നോക്കിക്കോ, മഹാസിരകൾ. സിരകൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു, രക്തം ശരീരത്തിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലേക്ക്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന രക്തം മഹാസിരകളിലുണ്ട് അല്ലെ. ഈ മഹാസിരകള് ഹൃദയത്തിലേക്ക് രക്തത്തിനെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന രക്തമായതുകൊണ്ട് തന്നെ എന്താണ്? അത് യൂസ്ഡ് ആണ്. അതായത് എന്താണ്? ഇംപ്യുവർ ബ്ലഡ് ആണ്, അശുദ്ധ രക്തമാണ് അല്ലെ, ഇംപ്യുവർ ബ്ലഡ് ആണ്. ഓക്കെ, അപ്പം അത് എവിടെ എത്തുന്നു? വലത് ഏട്രിയത്തിൽ എത്തുന്നു. നമ്മൾ പറഞ്ഞു ആദ്യം അത് എങ്ങോട്ടേക്കാണ് എത്തുന്നത്? മഹാസിര വഴി വലത് ഏട്രിയത്തിലാണ് എത്തുന്നത്. അങ്ങനെ വലത് ഏട്രിയത്തിൽ രക്തം വന്ന് നിറയുമ്പോൾ വലത് ഏട്രിയം സങ്കോചിച്ചിട്ട് അത് എങ്ങോട്ടേക്ക് പോകും? ഏത് വാൾവ് ഓപ്പൺ ആവും? ആദ്യം പറഞ്ഞേ, ട്രൈകസ്പിഡ് വാൾവ് ഓപ്പൺ ആവും. കാരണം നമ്മൾ പറഞ്ഞു വലത് ഏട്രിയവും അതേപോലെ വലത് വെൻട്രിക്കിളിന്റെയും ഇടയിൽ കാണപ്പെടുന്ന വാൾവ് ഏതാണ്? ട്രൈകസ്പിഡ് വാൾവ് ആണ്. അപ്പൊ ഈ 2 എന്ന് കൊടുത്തിട്ടുള്ള എന്താണ് എഴുതേണ്ടത്? ട്രൈകസ്പിഡ് വാൾവ് ആണ് കേട്ടോ. സോ അപ്പൊ ട്രൈകസ്പിഡ് വാൾവ് ഓപ്പൺ ആയി എങ്ങോട്ടേക്ക് പോവും? വലത് വെൻട്രിക്കിളിലേക്ക് പോവും അല്ലെ. വലത് ഏട്രിയത്തിൽ നിന്ന് വലത് വെൻട്രിക്കിളിലേക്ക് പോവും. ഇനി അടുത്ത നോക്കിക്കേ, വലത് വെൻട്രിക്കിളിൽ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും ഇത് പോകുന്നത്? ശ്വാസകോശ ധമനിയിലേക്കായിരിക്കും. എങ്ങോട്ടേക്കാണ്? ശ്വാസകോശ ധമനിയിലേക്കായിരിക്കും പോകുന്നത്. അപ്പോ ഓർത്ത് വെച്ചേക്ക, ശ്വാസകോശ ധമനിയിലേക്ക് പോകുന്നു. ആ പോകുന്ന ബ്ലഡ് എങ്ങനത്തെ ബ്ലഡ് ആണ്? ഇംപ്യുവർ ബ്ലഡ് ആണ് അല്ലെ, ഇംപ്യുവർ ബ്ലഡ് ആണ്. അത് പിന്നെ എവിടെ എത്തുന്നു? ശ്വാസകോശത്തിലെത്തി പ്യൂരിഫിക്കേഷൻ നടക്കുന്നു അല്ലെ, ലങ്സിലെത്തി പ്യൂരിഫിക്കേഷൻ നടക്കുന്നു. അപ്പൊ അതിനെപ്പറ്റി ഈ പാഠത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പക്ഷെ നമുക്ക് മുന്നോട്ടുള്ള ഒരു പാഠത്തിൽ അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട് കേട്ടോ. സോ അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർക്കുക. മഹാസിരകളിൽ നിന്ന് വലത് ഏട്രിയത്തിൽ എത്തുന്നു. വലത് ഏട്രിയത്തിൽ നിന്ന് ട്രൈകസ്പിഡ് വാൾവിലൂടെ വലത് വെൻട്രിക്കിളിൽ എത്തുന്നു. അവിടെ നിന്ന് എന്താണ്? രക്തം ശ്വാസകോശത്തിലേക്ക് പോകുന്നു, അതായത് ശ്വാസകോശ ധമനിയിൽ എത്തുന്നു. ഓക്കെ, അപ്പൊ അതാണ് അവിടെ ഓർത്തു വെക്കേണ്ടത്. ഇനി നമ്മൾ പറഞ്ഞ ശ്വാസകോശത്തിൽ ചെന്നപ്പോൾ പ്യൂരിഫിക്കേഷൻ നടന്നു, ശുദ്ധീകരിച്ചു. അപ്പൊ ഇനി എന്താണ്? പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് ശ്വാസകോശ സിരകളിൽ നിന്ന് എങ്ങോട്ടേക്ക് എത്തുന്നു? ഹൃദയത്തിലേക്ക് എത്തുന്നു. നമ്മൾ പറഞ്ഞു സിരകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നവരാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ശ്വാസകോശ സിരകളിൽ നിന്ന്, അത് ഇവിടെ പിക്ചറിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാം കൂടെ പിക്ചറിൽ കാണിക്കുമ്പോഴത്തേക്കും ഭയങ്കര കൺഫ്യൂഷൻ തോന്നൂലോ എന്ന് ഓർത്തിട്ടാണ് ഒരുപാട് പറയാത്തത്. എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പൊ ശ്വാസകോശ സിരകളിൽ നിന്ന് ഇടത് ഏട്രിയത്തിലേക്ക് എങ്ങോട്ടേക്ക് എത്തുന്നത്? കണ്ടോ, ഇവിടെയാണ്, ഇടത് ഏട്രിയത്തിലേക്ക് എത്തുന്നു. അവിടെ ബ്ലഡ് വന്ന് നിറയുമ്പോൾ അത് സങ്കോചിച്ചിട്ട് ഏത് വാൾവാണ്? ബൈകസ്പിഡ് വാൾവ്. ഏത് വാൾവാണ്? ബൈകസ്പിഡ് വാൾവ് വഴി അത് ഇടത് വെൻട്രിക്കിളിൽ എത്തുന്നു. കണ്ടോ, ഇടത് ഏട്രിയം, ബൈകസ്പിഡ് വാൾവ്, അങ്ങനെ അത് എവിടെ എത്തുന്നു? ഇടത് വെൻട്രിക്കിളിൽ എത്തുന്നു. അപ്പൊ ഈ ബ്ലഡ് എങ്ങനെയുള്ള ബ്ലഡാ? ഈ ബ്ലഡ് പ്യൂർ ആയിട്ടുള്ള ബ്ലഡ്, അതായത് ഓക്സിജൻ കണ്ടന്റ് ആണ് കൂടുതലുള്ളത് കേട്ടോ. ഇനി എന്ത് ചെയ്യുന്നു? ഇത് മഹാധമനി വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതുവരെ നമ്മൾ ആ പിക്ചർ വെച്ച് പറഞ്ഞതും അതല്ലാതെ ആ ഒരു സിര ധമനി ലോമികൾ എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്തതും എല്ലാം കൂടി ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ അല്ലെ. മഹാസിരകളിൽ നിന്ന് വലത് ഏട്രിയത്തിലെത്തി ട്രൈകസ്പിഡ് വാൾവ് വഴി ഇടത് ഏട്രിയത്തിലെത്തി ഇടത് ഏട്രിയല്ല വലത് വെൻട്രിക്കിളിലേക്ക് എത്തിയിട്ട് വലത് വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് പോവാണ്. അവിടെ വെച്ച് പ്യൂരിഫിക്കേഷൻ നടക്കുന്നു. ദെൻ ശ്വാസകോശ സിരകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വീണ്ടും അതാണ് നമ്മൾ എന്താണ് ഹൃദയത്തിൽ 2 തവണ ഇത് എത്തുന്നുണ്ട് അല്ലെ. അപ്പൊ ശ്വാസകോശ സിരകളിൽ നിന്ന് പ്യൂരിഫൈ ചെയ്ത ആ ഒരു ബ്ലഡ് ഇടതേട്രിയത്തിലെത്തി ബൈകസ്പിഡ് വാൾവിലൂടെ ഇടത് വെൻട്രിക്കിളിലെത്തി മഹാധമനിയിലൂടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പൊ ഇവിടെ നോക്കിക്കോ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ രക്തം വലതേട്രിയത്തിൽ എത്തുന്നു അല്ലെ. നമ്മൾ പറഞ്ഞു വലതേട്രിയത്തിലാണ് ഇംപ്യൂർ ബ്ലഡ് ഉള്ളത്. ഇംപ്യൂർ ബ്ലഡിൽ കൂടുതലുള്ളത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശ സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തം ഇടതേട്രിയത്തിൽ എത്തുന്നു. അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലെ. ശ്വാസകോശത്തിൽ നിന്ന് എന്താണ് ശ്വാസകോശ സിരകൾ വഴി പ്യൂരിഫിക്കേഷൻ നടന്നു. ദെൻ എന്താണ് ഓക്സിജന്റെ അളവ് കൂടിയ രക്തം ഇടത് ഏട്രിയത്തിൽ എത്തുന്നു. തുടർന്ന് എന്ത് ചെയ്യുന്നു? ഏട്രിയങ്ങൾ സങ്കോചിക്കുന്നു. ഏട്രിയങ്ങൾ സങ്കോചിക്കുമ്പോൾ രക്തം എവിടേക്ക് പോകുന്നു? ഏട്രിയങ്ങൾ സങ്കോചിക്കുമ്പോൾ രക്തം വാൾവുകൾ വഴി വെൻട്രിക്കിളിലേക്ക് പോകുന്നു. അതേ തുടർന്ന് എന്ത് ചെയ്യുന്നു? വെൻട്രിക്കിളുകളും സങ്കോചിക്കുന്നു. വെൻട്രിക്കിൾ സങ്കോചിക്കുമ്പോൾ രക്തം തിരിച്ച് ഏട്രിയങ്ങളിലേക്ക് ഒഴുകുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? അവിടത്തെയുള്ള വാൾവിന്റെ പ്രത്യേകത ഏതാ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ ട്രൈകസ്പിഡ് വാൾവ് ആണെങ്കിലും ബൈകസ്പിഡ് വാൾവ് ആണെങ്കിലും എന്താണ്, ഒരു സ്ഥലത്തേക്ക് മാത്രമേ ഓപ്പണിംഗ് ഉള്ളൂ, തിരിച്ചു പോവാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആണ് എന്താണ് വാൾവ് ഉള്ളത് കൊണ്ടാണെന്നൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി വെൻട്രിക്കിളുകൾ സങ്കോചിക്കുമ്പോൾ രക്തം ഏതൊക്കെ രക്തക്കുഴലുകളിലേക്കാണ് കടക്കുന്നത്? നമ്മൾ കണ്ടു അല്ലെ, പിക്ചറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ആ ഒരു ശ്വാസകോശ ധമനിയിലേക്കൊക്കെ കടക്കുന്ന കാര്യം. ഇപ്പൊ നോക്കാം, കോശങ്ങൾക്കെല്ലാം ഓക്സിജൻ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നതും രക്തമാണെന്ന് അറിയാമല്ലോ. ശ്വാസകോശത്തിൽ വെച്ച് ഓക്സിജൻ സ്വീകരിക്കപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. എങ്കിൽ മഹാസിരകളിലെ രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ശ്വാസകോശ സിരകളിലെ രക്തത്തിൽ ഓക്സിജന്റെ അളവും കൂടാൻ കാരണമെന്ത്? കാരണം എന്താണ്? മഹാസിരകളിലുള്ള രക്തം എന്താണ്? ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് ആണ്. സോ അതിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവാണ് കൂടുതൽ. ദെൻ ശ്വാസകോശത്തിലെത്തി പ്യൂരിഫിക്കേഷൻ നടന്ന് വരുന്ന ബ്ലഡ് എന്താണ്? പ്യൂർ ആയിട്ടുള്ള ബ്ലഡ് ആണ്. അതുകൊണ്ട് അതിന്റെ ഓക്സിജന്റെ അളവാണ് അതിൽ കൂടുതലുള്ളത്. അതാണ് ശ്വാസകോശ സിരകളിൽ ഉള്ള രക്തത്തിൽ ഓക്സിജന്റെ അളവ് കൂടുതലാണെന്നും മഹാസിരകളിലെ രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലാണെന്നും പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലെ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളുക. ഇനി അടുത്തതാണ്, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അവിടെ നിന്ന് ഹൃദയത്തിലേക്കും രക്തം ഒഴുകുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇത് 2 തവണ മനുഷ്യ ശരീരത്തിലെ ഈ ഒരു ഇതെന്താണ് 2 തവണ കടന്നു. അതിനെയാണ് നമ്മൾ ദ്വിപര്യനം എന്ന് പറയുന്നത്. അതായത് എന്താണ്? 2 തവണ രക്തം കടന്നു പോകുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോ നോക്കാം, ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്കും രക്തം ഒഴുകുമ്പോൾ 2 തവണ ഹൃദയ അറകളിലൂടെ കടന്നു പോകുന്നുണ്ടല്ലോ, ഉണ്ട് അല്ലെ. അതുകൊണ്ട് മനുഷ്യരിൽ ദ്വിപര്യനമാണ് നടക്കുന്നത്, ഡബിൾ സർക്കുലേഷൻ ആണ് അല്ലെ. ഇനി ഇതില് സിസ്റ്റമിക് പര്യനവുമുണ്ട്, പൾമനറി പര്യനവുമുണ്ട്. അതായത് സിസ്റ്റമിക് പര്യനം എന്ന് പറഞ്ഞാല് ഇടതു വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു. അപ്പൊ സിസ്റ്റമിക് പര്യനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടതു വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു. ഇനി വലതു വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നതാണ് പൾമനറി പര്യനം. അപ്പോ ഇതിന്റെ ആ ഒരു എന്താണ് ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ പിക്ചർ കണ്ടിട്ട് നമുക്ക് അത് വെച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. നോക്കിയോ, ഇത് നമ്മൾ പറഞ്ഞതല്ലേ. അപ്പൊ നോക്കാം, അതായത് സിസ്റ്റമിക് പര്യനത്തിൽ എന്താണ്? ഇടതു വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു നമ്മൾ പറഞ്ഞു. അതേപോലെ വലതു വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നതാണ് എന്ത്? പൾമനറി പര്യനം. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതായത് കൊണ്ട് നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം ഞാനത് ആദ്യം ആ ഒരു വലത് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങിയുള്ള രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലത്തെ രീതിയിലും പറയാം. പിന്നെ ആ ഒരു ലങ്സ് ശ്വാസകോശങ്ങൾ വെച്ചിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന രീതിയിലൊന്ന് ഫ്ലോ ചാർട്ട് പോലെ വരച്ചും കാണിക്കാം. ഓക്കെ, അപ്പം രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്കിത് ക്ലിയർ ആവും. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ച രീതിയിൽ തന്നെ നോക്കാം. ആ ഒരു പിക്ചറുമായിട്ട് കമ്പയർ ചെയ്താണ് കേട്ടോ പറയാൻ പോകുന്നത്. പിക്ചർ അല്ല, നമ്മൾ ഈ ഒരു ചാർട്ട് കംപ്ലീറ്റ് ആക്കിയില്ല, അതുമായിട്ട് കമ്പയർ ചെയ്താണ്. അപ്പൊ പൾമനറി പര്യനത്തിനെ പറ്റി പറയുവാണ്. അപ്പോ വലത് വെൻട്രിക്കിളിൽ നിന്ന് വലത് വെൻട്രിക്കിളിൽ എന്താ ഉള്ളത്? ഇംപ്യൂർ ആയിട്ടുള്ള അല്ലെ, അശുദ്ധമായിട്ടുള്ള
രക്തമാണുള്ളത്. ഇത് ശ്വാസകോശ ധമനി വഴി എവിടെ എത്തുന്നു? ശ്വാസകോശത്തിൽ എത്തുന്നു അല്ലെ. ശ്വാസകോശ ധമനി വഴി എവിടെ എത്തുന്നു? വേണേ ഈ പിക്ചർ നോക്കാം, ഈ പിക്ചർ നോക്കിയാലും കിട്ടും അല്ലെ. ശ്വാസകോശ ധമനി വഴി എവിടെ എത്തുന്നു? ശ്വാസകോശത്തിൽ എത്തുന്നു. ഇനി അടുത്ത എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വലത് വെൻട്രിക്കിള്, ശ്വാസകോശ ധമനി, ശ്വാസകോശങ്ങൾ. അപ്പൊ ശ്വാസകോശത്തിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ശ്വാസകോശത്തിൽ എത്തുമ്പോൾ പ്യൂരിഫൈ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോ ആ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ബ്ലഡ് ശ്വാസകോശ സിര എവിടെയാണ്? എന്താണ്? ശ്വാസകോശ സിര, ശ്വാസകോശ സിര വഴി ഇടത് ഏട്രിയത്തിൽ എത്തുന്നു. എവിടെ എത്തുന്നു? ഇടത് ഏട്രിയത്തിൽ എത്തുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇതേ ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. പൾമനറി പര്യനം എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു? വലതു വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു. അപ്പൊ അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. വലതു വെൻട്രിക്കിളിലുള്ള ഇംപ്യൂർ ബ്ലഡ് ശ്വാസകോശ ധമനി വഴി ശ്വാസകോശങ്ങളിൽ എത്തുന്നു, പ്യൂരിഫൈ ചെയ്യപ്പെടുന്നു, ശ്വാസകോശ സിര വഴി ഇടത് ഏട്രിയത്തിൽ എത്തുന്നു. ക്ലിയർ അല്ലേ? ഇപ്പൊ എവിടെയാണ് ബ്ലഡ് ഉള്ളത്? ഇടത് ഏട്രിയത്തിലാണ്. പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ബ്ലഡ് ആണ് അല്ലെ, ഇംപ്യൂർ അല്ല, പ്യൂർ ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള രക്തമാണ്. ഇനി നമ്മൾ പഠിച്ചു അവിടെ എന്തുണ്ട്? ഒരു വാൾവ് ഉണ്ട്. ഏത് വാൾവാണത്? ബൈകസ്പിഡ് വാൾവാണ് അല്ലെ. ഈ ബൈകസ്പിഡ് വാൾവ് വഴി എങ്ങോട്ടേക്ക് പോകുന്നു? ഇടതു വെൻട്രിക്കിളിലേക്ക് എത്തുന്നു രക്തം. ഈ ഇടതു വെൻട്രിക്കിളിൽ നിന്ന് മഹാധമനി വഴി, ഇടതു വെൻട്രിക്കിളിൽ നിന്ന് മഹാധമനി വഴി എങ്ങോട്ടേക്ക് പോകുന്നു? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു. പിന്നെ എന്താണ്? പഴയ പോലെ നമ്മൾ ആദ്യം പഠിച്ച പോലെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആ ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് മഹാസിരയിലെത്തുന്നു. മഹാസിരയിൽ നിന്ന് എവിടേക്ക് വരുന്നു? മഹാസിരയിൽ നിന്ന് വലത് ഏട്രിയത്തിലേക്ക് വരുന്നു. ട്രൈകസ്പിഡ് വാൾവ് വഴി എങ്ങോട്ടേക്ക് എത്തുന്നു? വലത് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതില് സിസ്റ്റമിക് പര്യനം എന്ന് പറഞ്ഞാൽ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു? സിസ്റ്റമിക് പര്യനം ഇടതു വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു. അപ്പൊ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സിസ്റ്റമിക് ഇടതു വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു. പൾമനറി ആണെങ്കിലോ പൾമനറി ആണെങ്കിൽ അതെ, വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് ഫ്ലോ ചാർട്ടിലൂടെ ക്ലിയർ ആയല്ലോ അല്ലെ. ഇനി നമുക്ക് ഈ ശ്വാസകോശം വെച്ചെന്ന് പറയാം. ഞാനിവിടെ എഴുതാം ശ്വാസകോശം. ഇനി നിങ്ങൾ തന്നെ ഒന്ന് നോക്കി പറഞ്ഞേ. ശ്വാസകോശത്തിൽ എന്താണ്? പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ബ്ലഡ് ആണല്ലോ. നമ്മൾ എങ്ങനെയാണ് അതിന്റെ പ്യൂരിഫിക്കേഷൻ എന്നൊക്കെ പഠിക്കും. അപ്പോ ശ്വാസകോശത്തിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു? ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശ സിര വഴി ഇടത് ഏട്രിയത്തിൽ എത്തുന്നു അല്ലെ. അപ്പൊ ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശ സിര വഴി എവിടെ എത്തുന്നു? ഇടത് ഏട്രിയത്തിൽ എത്തുന്നു. ഇടത് ഏട്രിയത്തിൽ എത്തുന്നു. ഇനിയോ ഇടത് ഏട്രിയത്തിൽ നിന്ന് വാൾവ് അല്ലെ, അവിടെ ഒരു വാൾവ് ഉണ്ട്. ഏതാണത്? ബൈകസ്പിഡ് വാൾവ് വഴി ഇടത് ഏട്രിയത്തിൽ നിന്ന് ബൈകസ്പിഡ് വാൾവ് വഴി എവിടെ എത്തുന്നു? ഇടത് വെൻട്രിക്കിളിൽ എത്തുന്നു അല്ലെ. ഇടത് വെൻട്രിക്കിളിൽ എത്തുന്നു. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു? നമ്മളിവിടെ കണ്ടു, ഇടത് വെൻട്രിക്കിളിൽ നിന്ന് മഹാധമനി വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നു. മഹാധമനി അല്ലെ. ഇനിയോ ഇനി എന്താ സംഭവിക്കുന്നത്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മഹാസിര വഴി എവിടെ എത്തുന്നു? ഇവിടെ കണ്ടോ, വലത് ഏട്രിയത്തിൽ എത്തുന്നു. വലത് ഏട്രിയം. ഇനി ഇവിടുന്ന് വലതു വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. അവിടെ ഒരു വാൾവ് ഉണ്ടെന്ന് നമുക്കറിയാം. ഏതാണ്? ട്രൈകസ്പിഡ് വാൾവാണ്. ട്രൈകസ്പിഡ് വാൾവാണ്. അപ്പൊ ട്രൈകസ്പിഡ് വാൾവ് വഴി എവിടെ എത്തുന്നു? വലത് വെൻട്രിക്കിളിൽ എത്തുന്നു. വലത് വെൻട്രിക്കിളിൽ എത്തുന്നു. ഇനിയോ വലത് വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശ ധമനി വഴി, വലത് വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശ ധമനി വഴി
എവിടെ എത്തുന്നു? ശ്വാസകോശത്തിൽ എത്തുന്നു. കണ്ടോ? അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണോ പഠിക്കാൻ എളുപ്പം, ഇപ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ അത് ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്, അതല്ല നിങ്ങൾക്ക് ഇതാണ് മനസ്സിലാക്കാൻ എളുപ്പമെങ്കിൽ ഇത് ഒരു ബുക്കിൽ ഒന്ന് വരച്ചു വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിൻ്റെ അത് ഞാൻ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വാൾവ് ഏതാണെന്നും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം സിമ്പിൾ അല്ലേ? ഇതിങ്ങനെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് കേട്ടോ പഠിക്കാൻ. ഓക്കെ, അപ്പം അത്രയാണ് അവിടെ നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. ഞാൻ ചോദ്യം കാണിക്കാം. പോർട്ടൽ രക്തപര്യനം. എന്താണ് പോർട്ടൽ രക്തപര്യനം? ചില സിരകള് ഹൃദയത്തിൽ എത്താതെ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. ഇത്തരം സിരകളാണ് പോർട്ടൽ സിരകൾ. അപ്പം എന്താ പോർട്ടൽ സിരകളുടെ പ്രത്യേകത? ഇവര് ഹൃദയത്തിൽ എത്തുന്നില്ല. നമ്മൾ മുമ്പ് പറഞ്ഞു എന്താണ് സിരകള്, ഇവിടെ നമ്മൾ പിക്ചറൊക്കെ കാണിച്ച സമയത്ത് എന്താണ് മഹാസിരയൊക്കെ എന്താണ് ഹൃദയത്തിൽ എത്തിയിട്ടാണ് അല്ലെ. അപ്പോൾ ചില സിരകൾ ഹൃദയത്തിൽ എത്താതെ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. അപ്പോൾ എല്ലാ സിരകളും എവിടെ എത്തുന്നില്ല? ഹൃദയത്തിൽ എത്തുന്നില്ല. ഇതൊരു സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പൊ ചില സിരകൾ ഹൃദയത്തിൽ എത്താതെ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നുണ്ട്. ഇത്തരം സിരകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോർട്ടൽ സിരകൾ. എന്താണ്? പോർട്ടൽ സിരകൾ. അവ ഒരു അവയവത്തിൽ നിന്ന് ലോമികകളായി ആരംഭിച്ച് മറ്റൊരു അവയവത്തിൽ ലോമികകളായി അവസാനിക്കുന്നു. അപ്പം ഇത്തരത്തിലുള്ള പോർട്ടൽ സിരകള് ലോമികകളായിട്ട് ആരംഭിച്ച് മറ്റൊരു അവയവത്തില് ലോമികകളായി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പോർട്ടൽ സിരകൾ ഉൾപ്പെട്ട രക്തപര്യനമാണ് പോർട്ടൽ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ ഹെപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥ എന്താണ്? ഈ പോർട്ടൽ സിരകൾ ഉൾപ്പെട്ട ഒരു രക്തപര്യന വ്യവസ്ഥയാണ്. അപ്പോൾ അതിലൊരു ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, കുടലിലെ ലോമികകള്, ഹെപ്പാറ്റിക് പോർട്ടൽ സിര, കരളിലെ ലോമികകൾ. കണ്ടോ? അപ്പൊ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഒരു അവയവത്തിൽ നിന്ന് ലോമികകളായി ആരംഭിച്ചു മറ്റൊരു അവയവത്തിൽ ലോമികകളായിട്ടാണ് അവസാനിക്കുന്നത് അല്ലെ. ഇനി ദെൻ അത് കരളിലേക്ക് പോകുന്നു, ഹെപ്പാറ്റിക് സിര വഴി മഹാസിരയിലെത്തുന്നു, ദെൻ ഹൃദയത്തിലെത്തുന്നു. ഓക്കെ, അപ്പോ അതാണ് പോർട്ടൽ രക്തപര്യനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പോർട്ടൽ സിരകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു. ചെറുകുടലിൽ നിന്നുള്ള ലഘുപോഷകങ്ങൾ എങ്ങനെയാണ് ഹൃദയത്തിൽ എത്തുന്നത് എന്നുള്ളത് ആ ഒരു ഫ്ലോ ചാർട്ടിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി. അതാണ് ഹെപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥ. ഇനി ലഘുപോഷകങ്ങൾ കരളിൽ എത്തുന്നത് എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് കരൾ. ഒന്ന് ഓർത്തു വെച്ചോണേ, ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് കരൾ. ലഘു പോഷക ഘടകങ്ങൾക്ക് കരളിൽ വെച്ച് പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവ കരളില് എത്തുന്നത്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുക, ഫാറ്റി ആസിഡിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുക, കൊളസ്ട്രോളിന്റെ നിർമ്മാണം തുടങ്ങിയവ ഇത്തരം മാറ്റങ്ങളാണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കരളിൽ വെച്ച് നടക്കുന്ന പല മാറ്റങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുക, ഫാറ്റി ആസിഡിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുക. ഇത് പല പല ചാപ്റ്റേഴ്സിലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇനി കൊളസ്ട്രോളിന്റെ നിർമ്മാണം, ഇതൊക്കെ എന്താണ്? കരളിൽ വെച്ചാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ അല്ലെ. അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയിൽ LGS ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമുക്കൊന്ന് കാണാം. അപ്പൊ ആദ്യം നമ്മൾ കണ്ടു സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ച ഫൈബ്രിനോജൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കണ്ടു അല്ലെ. ഇനി അടുത്തതേ നോക്കിക്കോ. മനുഷ്യ രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു എന്നുള്ള പ്രസ്താവനയാണ് ശരിയായിട്ടുള്ള. ആ ഒരൊറ്റ പ്രസ്താവന മാത്രമേ ഇവിടെ ശരിയുള്ളൂ. ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കിക്കേ. എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു. ശരിയാണോ? അല്ല. നമ്മൾ അതുപോലെ തന്നെ പറഞ്ഞു എല്ലാ സിരകളും എന്താണ്? എല്ലാ സിരകളും ഹൃദയത്തിൽ എത്തിയിട്ടല്ല പോകുന്നത്. അതും സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോ എല്ലാ സിരകളും അശുദ്ധ രക്തം വഹിക്കുന്നു, അതും എന്താണ്? തെറ്റാണ്. കൊറോണറി ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു, അതും തെറ്റാണ്. സോ ശരിയായിട്ടുള്ളത് നാലാമത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്ന് അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. പിന്നെയോ പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. പോഷകഘടകങ്ങളെ വില്ലസിൽ, നമ്മൾ ആ ഫ്ലോ ചാർട്ടിൽ കണ്ടല്ലേ, വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നതും പോർട്ടൽ സിരയാണ്. ബാക്കി ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്നു എന്നുള്ളത് തെറ്റാണ് അല്ലെ. ഹൃദയത്തിൽ എത്താതെയാണ് പോർട്ടൽ സിരകൾ പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നീ പോഷകങ്ങളെ ഹൃദയത്തിൽ എത്തിക്കുന്നതും പോർട്ടൽ സിരയല്ല. ഓക്കെ, അപ്പോ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 2, 4, അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ അതും ആ ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്.
ഇനി അടുത്ത് നോക്കാം, ഹൃദയസ്പന്ദനം, പൾസ്, രക്തസമ്മർദ്ദം. നോക്കിക്കോ, ഒരു സിസ്റ്റളിയും ഡൈസ്റ്റളിയും ചേർന്നതാണ് ഹൃദയസ്പന്ദനം. അപ്പോൾ ഒരു സിസ്റ്റളി പ്ലസ് ഡൈസ്റ്റളി ആണ് ഇത് ഹൃദയസ്പന്ദനം. ഇതിന് ഏകദേശം 0.8 സെക്കൻഡ് 0.8 സെക്കൻഡ് വേണ്ടി വരും. അപ്പൊ എത്ര സെക്കൻഡ് വേണ്ടി വരും? 0.8. ഹൃദയ അറകളുടെ സങ്കോചമാണ് സിസ്റ്റളി. അപ്പൊ ഹൃദയ അറകളുടെ സങ്കോചം അറിയപ്പെടുന്നത് സിസ്റ്റളി. ഈ ഘട്ടത്തിൽ രക്തം ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്കും അവിടെ നിന്ന് പുറത്തേക്കും പ്രവഹിക്കുന്നു. അവിടെ നിന്ന് ശ്വാസകോശം, നമ്മൾ പറഞ്ഞല്ലേ, നമ്മൾ ആ പിക്ചറിൽ കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞാണ്. അപ്പോൾ സിസ്റ്റളിയുടെ സമയത്ത് രക്തം ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്കാണ് പോകുന്നതെന്നൊന്ന് ഓർത്തു വെച്ചേക്കാം. തുടർന്ന് ഏട്രിയങ്ങൾക്കൊപ്പം വെൻട്രിക്കിളും വിശ്രാന്ത അവസ്ഥയിലെത്തുന്നു. ഈ വിശ്രാന്ത അവസ്ഥയാണ് ഡയസ്റ്റോളി. അപ്പൊ ആ ഒരു റെസ്റ്റിംഗ് പീരീഡ് ആണ് ഡയസ്റ്റോളി എന്ന് വിളിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഹൃദയ അറകളിൽ രക്തം നിറയുന്നു. സോ അപ്പൊ ഇത് കൂടുന്നതാണ് എന്ത്? നമ്മുടെ ഹൃദയ സ്പന്ദനം എന്ന് പറയുന്നത്. ഇനി ഹൃദയം ഒരു മിനിറ്റില് ശരാശരി 72 തവണ എന്ന ക്രമത്തിൽ സ്പന്ദിക്കുന്നു. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ, 10th ലെവൽ പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന തരംഗചലനം ധമനീഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്നതാണ് പൾസ്. അപ്പൊ പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായുണ്ടാകുന്ന തരംഗചലനം ധമനഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്നതിനെയാണ് പൾസ്, അല്ലെ? അത് എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൾസിന്റെ നിരക്ക് ഹൃദയമിടിപ്പിന്റെ നിരക്കിന് തുല്യമായിരിക്കും. അപ്പൊ പൾസിന്റെ നിരക്ക് ഹൃദയമിടിപ്പിന് തുല്യമായിരിക്കും, അതിന്റെ നിരക്കിന് തുല്യമായിരിക്കും. അപ്പൊ അത്രയാണ് അവിടെ ഓർത്തു വെക്കേണ്ടത്. പിന്നെ ഇവിടെ നോക്കിയേ, ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം 70 മില്ലിലിറ്റർ രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുമ്പോൾ എത്ര മില്ലിലിറ്റർ രക്തമാണ് ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത്? 70 മില്ലിലിറ്റർ ആണ്. 70 മില്ലിലിറ്റർ ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്കാം. പിന്നെ ഈ അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റളിക് പ്രഷർ. അപ്പൊ എന്താണ് സിസ്റ്റളിക് പ്രഷർ? ഇത്രയും 70 മില്ലിലിറ്റർ രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നുണ്ടോ നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ ഇത്രയും കൂടുതലുള്ള ഈ ഒരു രക്തം, ഈ അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദത്തിനെയാണ് നമ്മൾ സിസ്റ്റളിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. ഇത് 120 mmHg ആണ്. അപ്പൊ അത് അതിന്റെ ടേംസിൽ പറയുമ്പോൾ എത്രയാണ്? 120 mmHg ആണ്. 120 mmHg ആണ്. ഹൃദയം പൂർണ്ണമായി വികസിക്കുമ്പോൾ അത്ര തന്നെ രക്തം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നുമുണ്ട്, അല്ലെ? ഇനി ഹൃദയം വികസിക്കുന്ന സമയത്ത് എന്താണ്? അത്രയും രക്തം ഹൃദയത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നുമുണ്ട്. ഈ അവസരത്തിൽ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റളിക് പ്രഷർ. അപ്പൊ ഡയസ്റ്റളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയം പൂർണ്ണമായി വികസിക്കുന്ന സമയത്ത് ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ്. ഇത് 80 mmHg ആണ്. എത്രയാണത്? 80 mmHg ആണ്. ഇനി ഈ രണ്ട് മർദ്ദങ്ങളും ചേർന്നതാണ് ഒരാളുടെ രക്തസമ്മർദ്ദം പ്രസ്താവിക്കുന്നത്. അപ്പൊ ഈ രണ്ട് മർദ്ദങ്ങളും ചേർന്നാണ് ഒരാളുടെ രക്തസമ്മർദ്ദം പ്രസ്താവിക്കുന്നത്. ഇനി അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതെന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. സ്പിഗ്മോമാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഡിജിറ്റൽ BP അപ്പാരറ്റസും ഇന്ന് ലഭ്യമാണ്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ നിന്ന് ഓർത്തു വെക്കേണ്ടത്. ഇനി എപ്പോഴാണ് ഈ ഒരു നമ്മൾ ഹൈ BP എന്നൊക്കെ പറയുന്ന പോലെ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്? നോക്കാം. അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് 120/80 mmHg ആണ്. അപ്പൊ അതും ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. എത്രയാണ്? 120/80 mmHg ആണ്. രക്തസമ്മർദ്ദം ഈ നിരക്കിൽ നിന്ന് കൂടുന്ന അവസ്ഥയായ അതിരക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ, ഒരു രോഗാവസ്ഥയാണ്. അപ്പോൾ നോർമൽ ലെവല് 120/80 mmHg ആണ്. ഇതിൽ നിന്ന് കൂടിക്കഴിഞ്ഞാൽ എന്താണ്? ഹൈ BP അഥവാ ഹൈപ്പർ ടെൻഷൻ എന്ന രോഗാവസ്ഥയാണ്. പല കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാം. ഉപ്പിന്റെയും കൊഴുപ്പിന്റെയും അമിത ഉപയോഗം, പുകവലി, വ്യായാമത്തിന്റെ കുറവ് തുടങ്ങിയ അനാരോഗ്യകരമായ ശീലങ്ങളാണ് പലപ്പോഴും അധിക രക്തസമ്മർദ്ദത്തിന് കാരണമാവുന്നത്. അപ്പൊ ഇത് നമ്മൾ ജീവിതശൈലി രോഗങ്ങളിലും ഈ ഒരു രോഗത്തിനെ പറ്റി പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഈ പോയിന്റുകളൊന്ന് ഓർത്തു വെച്ചേക്കുക. ജീവിതശൈലി രോഗങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ വരുമ്പോഴും നിങ്ങൾക്ക് ഉപയോഗപ്പെടും. സോ എത്രയാണ് നോർമൽ ലെവല്? 120/80 mmHg ആണ്. അതിൽ കൂടുന്ന അവസ്ഥയാണ് നമ്മൾ അതിരക്തസമ്മർദ്ദം എന്ന് വിളിക്കുന്നത്. ഇതുണ്ടാവാനുള്ള കാരണങ്ങൾ ഉപ്പിന്റെയും കൊഴുപ്പിന്റെയും അമിത ഉപയോഗം, പുകവലി, വ്യായാമത്തിന്റെ കുറവ്. അപ്പൊ ഇതൊക്കെയാണെന്ന് ഓർത്തു വെച്ചേക്കാം. നിശ്ചിത നിരക്കിൽ നിന്ന് രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയെ നമ്മൾ ഹൈപ്പോ ടെൻഷൻ എന്ന് വിളിക്കും. എന്താണ്? ഇതിൽ നിന്ന്, അതായത് 120/80 mmHg നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഹൈപ്പോ ടെൻഷൻ എന്ന് വിളിക്കും.
അപ്പോൾ ഹൈപ്പർ ടെൻഷൻ കൂടിയ അവസ്ഥ, ഹൈപ്പോ ടെൻഷൻ കുറഞ്ഞ അവസ്ഥ. ഹൈപ്പോ ടെൻഷനും ഹൈപ്പർ ടെൻഷനും പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഇത് എന്തിലേക്ക് നയിക്കും? പക്ഷാഘാതത്തിലേക്കോ ഹൃദയാഘാതത്തിലേക്കോ നയിച്ചേക്കാം. അപ്പോ എന്താണ് ഈ ഒരു അവസ്ഥ കൃത്യമായിട്ട് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ, കൃത്യമായിട്ട് നമ്മളത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ സ്ട്രോക്ക്, ഹൃദയാഘാതം പോലെയുള്ള അവസ്ഥകളിലേക്ക് നയിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അതും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ഇനി രക്തത്തിൽ നിന്ന് കോശത്തിലേക്ക്. രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ രക്തത്തിൽ നിന്ന് പോഷകങ്ങൾ എങ്ങനെയായിരിക്കും കോശങ്ങൾക്ക് ലഭ്യമാവുന്നത്? അപ്പോൾ ഇവിടെ കുറച്ച് പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. ദേ, ടിഷ്യൂ ദ്രവത്തിന്റെ രൂപീകരണവും തിരിച്ചൊഴുക്കുമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമികാഭിത്തിയിലെ ചെറു സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശാന്തര സ്ഥലത്തേക്ക് ഊറിയിറങ്ങുന്നു. അപ്പൊ എന്താണ്? ലോമികകളിലൂടെ രക്തം പോകുന്ന സമയത്ത് എന്താണ്? ലോമികാഭിത്തിയിലെ ചെറു സുഷിരങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ലോമിക പഠിച്ച സമയത്ത് അല്ലെ. ഇതിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശാന്തര സ്ഥലത്തേക്ക് ഊറിയിറങ്ങുന്നു. കോശാന്തര സ്ഥലത്ത് രൂപപ്പെടുന്ന ഈ ദ്രാവകമാണ് ടിഷ്യൂ ദ്രവം അഥവാ ടിഷ്യൂ ഫ്ലൂയിഡ്. അപ്പൊ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോശാന്തര സ്ഥലത്ത് രൂപപ്പെടുന്ന ദ്രാവകമാണ്. ഇനി ഇതിൽ അരുണ രക്താണുക്കളും വലിയ പ്രോട്ടീൻ തന്മാത്രകളും പ്ലേറ്റ്ലെറ്റുകളും കാണപ്പെടുന്നില്ല. അപ്പം ഈ ഒരു ഭാഗത്ത് ഇപ്പൊ ഈ പറഞ്ഞല്ലോ, ഇതിലേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ ഊറി ഇറങ്ങുന്ന ആ ഭാഗത്ത് അരുണ രക്താണുക്കളില്ല, വലിയ പ്രോട്ടീൻ തന്മാത്രകളില്ല, പ്ലേറ്റ്ലെറ്റുകളും ഇല്ല. ടിഷ്യൂ ദ്രവവും കോശങ്ങളും തമ്മിലാണ് പദാർത്ഥ വിനിമയം നടക്കുന്നത്. അപ്പൊ പദാർത്ഥ വിനിമയം നടക്കുന്നത് ടിഷ്യൂ ദ്രവവും കോശങ്ങളും തമ്മിലാണ്. ടിഷ്യൂ ദ്രവം രക്തത്തിലേക്കും ലിംഫ് ലോമുകളിലേക്കും ആഗിരണം ചെയ്യപ്പെടുന്നു. ലിംഫ് ലോമികൾക്കുള്ളിലുള്ള ടിഷ്യൂ ദ്രവമാണ് ലിംഫ്. അപ്പൊ ലിംഫ് ലോമികൾക്കുള്ളിലുള്ള ടിഷ്യൂ ദ്രവത്തിന് നമ്മൾ ലിംഫ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ടിഷ്യൂ ദ്രവമാണ് രക്തത്തിലേക്കും ലിംഫ് ലോമികളിലേക്കും ഒക്കെ ആഗിരണം ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ടിഷ്യൂ ദ്രവം രൂപപ്പെടുന്നത് നമ്മൾ പറഞ്ഞു. കോശങ്ങളും ടിഷ്യൂ ദ്രവവും തമ്മിലുള്ള പദാർത്ഥ വിനിമയത്തെ പറ്റി പറഞ്ഞു. കോശാന്തര സ്ഥലത്ത് ടിഷ്യൂ ദ്രവത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന വിധമൊക്കെ പറഞ്ഞു. ഇനി നോക്കിക്കേ, ഇവിടെ ശരീരത്തിലെ പ്രതിരോധ പുര എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്പ്ലീനിനെ പറ്റിയാണ് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. ഏകദേശം 4 ഇഞ്ച് വലിപ്പം, പർപ്പിൾ നിറം, 200 ഗ്രാമോളം തൂക്കം, ഉദരാശയത്തിന്റെ മുകൾ ഭാഗത്ത് ആമാശയത്തിന്റെ ഇടത് ഭാഗത്താണ് സ്ഥാനം. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം, പേര് സ്പ്ലീൻ. കണ്ടോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാ സ്പ്ലീനിന്റെ പ്രത്യേകതകൾ? 4 ഇഞ്ച് വലിപ്പം, പർപ്പിൾ നിറം, 200 ഗ്രാമോളം തൂക്കം, ഉദരാശയത്തിന്റെ മുകൾ ഭാഗത്ത് ആമാശയത്തിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? സ്പ്ലീൻ ആണ്. പ്ലീഹ എന്ന് മലയാളം. അപ്പൊ സ്പ്ലീൻ അല്ലെങ്കിൽ മലയാളത്തിൽ പ്ലീഹ എന്ന് പറയും. വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിലും പ്രതിരോധ പ്രവർത്തനമാണ് മുഖ്യം. സ്പ്ലീനില് 2 തരം കലകൾ അടങ്ങിയിരിക്കുന്നു. ചുവന്ന പൾപ്പ് കലകൾ രക്തത്തിലെ പ്രായമേറിയതും കേടായതുമായ അരുണ രക്താണുക്കളെ അരിച്ചു നീക്കം ചെയ്യുന്നു. അവയിലെ പുനരുപയോഗിക്കാൻ കഴിയുന്ന ഇരുമ്പ് പോലുള്ള ഘടകങ്ങളെ സംരക്ഷിക്കുന്നു. ഇനി അടുത്തത് വെളുത്ത പൾപ്പ് കോശങ്ങളുണ്ട്. ഇത് പ്രതിരോധ സംവിധാനത്തിലെ പ്രധാന ഘടകങ്ങളായ ടി കോശങ്ങളെയും ബി കോശങ്ങളെയും സംഭരിക്കുന്നു. ശരീരത്തിനുള്ളിൽ കിടക്കുന്ന രോഗകാരികളായ ബാക്ടീരിയകളും വൈറസുകളും ഏതെന്ന് തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിക്കുന്നതിന് ആവശ്യമായ ലിംഫോസൈറ്റുകൾ നിർമ്മിക്കപ്പെടുന്നത് സ്പ്ലീനിലും ലിംഫ് നോഡുകളിലും വെച്ചാണ്. ചുരുക്കത്തിൽ ശരീരത്തിലെ ആയുധപുരയോ പട്ടാള ക്യാമ്പോ ആണ് ഈ ചെറിയ അവയവം എന്ന് പറയാം. അപ്പോ അങ്ങനെയൊക്കെ ചോദിക്കാം, ശരീരത്തിലെ ആയുധപുര എന്നറിയപ്പെടുന്ന അവയവം ഏത് എന്നുള്ളത്. ഏതാണ്? സ്പ്ലീൻ അല്ലെങ്കിൽ പ്ലീഹയാണ്. അപ്പോ 4 ഇഞ്ച് വലിപ്പം, 200 ഗ്രാമോളം തൂക്കം, പർപ്പിൾ നിറം, ഉദരാശയത്തിന്റെ മുകൾ ഭാഗത്ത് ആമാശയത്തിന്റെ ഇടത് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? സ്പ്ലീൻ ആണ്. 2 തരം കലകളുണ്ട്. ചുവന്ന പൾപ്പ് കലകളുണ്ട്, വെളുത്ത പൾപ്പ് കോശങ്ങളുണ്ട്. ചുവന്ന പൾപ്പ് കലകൾ രക്തത്തിലെ പ്രായമേറിയതും കേടായതുമായ അരുണ രക്താണുക്കളെ അരിച്ചു നീക്കം ചെയ്യുന്നു. പിന്നെ അവയിലെ പുനരുപയോഗിക്കാൻ കഴിയുന്ന ഇരുമ്പ് പോലുള്ള ഘടകങ്ങളെ സംരക്ഷിക്കുന്നു. വെളുത്ത പൾപ്പ് കോശങ്ങളാണെങ്കിൽ പ്രതിരോധ സംവിധാനത്തിലെ പ്രധാന ഘടകങ്ങളായ ടി കോശങ്ങളെയും ബി കോശങ്ങളെയും, അതിനെപ്പറ്റി നമ്മൾ മറ്റൊരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ടി ലിംഫോസൈറ്റുകളെയൊക്കെ പറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ ടി കോശങ്ങളെയും ബി കോശങ്ങളെയും സംഭരിക്കുന്നു. ശരീരത്തിനുള്ളിൽ കിടക്കുന്ന രോഗകാരികളായ ബാക്ടീരിയകളും വൈറസുകളും ഏതെന്ന് തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിക്കുന്നതിന് ആവശ്യമായ ലിംഫോസൈറ്റുകൾ നിർമ്മിക്കുന്നതും ഒക്കെ എന്താണ്? ഈ സ്പ്ലീനിലാണ്.
ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ചെറുകുടലിൽ വെച്ച് ലിംഫിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഫാറ്റി ആസിഡും ഗ്ലിസറോളും കോശങ്ങളിൽ എത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറുകുടലിൽ വെച്ചാണ് എന്താണ് ലിംഫിലേക്ക് ഈ ഫാറ്റി ആസിഡുകളും ഗ്ലിസറോളൊക്കെ ആഗിരണം ചെയ്യപ്പെടുന്നത്. ഇത് എങ്ങനെയാണ് കോശങ്ങളിൽ എത്തിപ്പെടുന്നത് നോക്കാം. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്റ്റിയലുകൾ വഴി ചെറിയ ലിംഫ് വാഹികളിലെത്തുന്നു. അവിടുന്ന് വലിയ ലിംഫ് വാഹികളിലെത്തുന്നു. ദെൻ മഹാസിരയിലെത്തുന്നു, രക്തത്തിലൂടെ മഹാസിരയിലെത്തുന്നു. ദെൻ ഹൃദയത്തിലെത്തുന്നു. ഓക്കെ, അപ്പൊ അതാണ് ഓർത്തു വെക്കേണ്ടത്. ഇനി രക്തപര്യന വ്യവസ്ഥയ്ക്ക് സമാന്തരമായി ലിംഫിന്റെ ഒഴുക്കും നടക്കുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന ലിംഫ് വാഹികളിലൂടെ കടന്ന് ഹൃദയത്തിനടുത്തു വെച്ച് രക്തത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ലിംഫിനോടൊപ്പം ലിംഫ് ലോമികകളും ലിംഫ് വാഹികളും ലിംഫ് നോഡുകളും സ്പ്ലീനും ചേരുന്നതാണ് ലിംഫ് വ്യവസ്ഥ. അപ്പൊ ഏതൊക്കെയാണ്? ലിംഫിനോടൊപ്പം ലിംഫ് ലോമികകളും ലിംഫ് വാഹികളും ലിംഫ് നോഡുകളും സ്പ്ലീനും ഇതെല്ലാം കൂടെ ചേർന്നതാണ് ലിംഫ് വ്യവസ്ഥ. സ്പ്ലീനും ലിംഫ് നോഡുകളും രോഗാണുക്കളെ പ്രതിരോധിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് ഹൃദയ ആരോഗ്യം ജീവൽ പ്രധാനം എന്ന് പറഞ്ഞിട്ട് ഹൃദയത്തിന്റെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുന്നതിന്റെ അതിന്റെ ആവശ്യകതയെ പറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് താഴത്തേക്കൊന്നും വായിക്കാനില്ല, പക്ഷെ നമുക്കത് ഇവിടെ ഒന്ന് നോക്കണം. ഹൃദയം മാറ്റിവെക്കലും കൃത്രിമ ഹൃദയവും. അവയവദാനവും അവയവം മാറ്റിവെക്കലും ഇന്നൊരു വാർത്തയല്ല. BC 200 തന്നെ ഇന്ത്യയിൽ ത്വക്കിന്റെ ഭാഗങ്ങൾ മാറ്റിവെച്ചതിന് രേഖകളുണ്ട്. 1946 നായയിൽ ഹൃദയം മാറ്റിവെച്ചുകൊണ്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചത് റഷ്യൻ ഡോക്ടറായ ഡെമിക്കോവ് ആണ്. മനുഷ്യനിൽ ഈ ശസ്ത്രക്രിയ ആദ്യമായി വിജയിക്കുന്നത് 1967 ദക്ഷിണാഫ്രിക്കയിൽ ക്രിസ്ത്യൻ ബെർണാഡിന്റെ നേതൃത്വത്തിലാണ്. രോഗി 18 ദിവസം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂവെങ്കിലും അതൊരു വലിയ തുടക്കമായിരുന്നു. 1994 അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ന്യൂഡൽഹിയിൽ ആൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഡോക്ടർ P വേണുഗോപാലും സംഘവും ഇന്ത്യയിലും വിജയം ആവർത്തിച്ചു. അപ്പൊ ആദ്യമായിട്ട് 1994 ഇന്ത്യയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത്. ഹൃദയം മാറ്റിവെക്കൽ ഇന്ന് ലോകവ്യാപകമാണ്. അതും കടന്ന് 1982 റോബർട്ട് ജാർവിക്കിന്റെയും ജോഹാൻ കോഫിന്റെയും നേതൃത്വത്തിൽ രോഗബാധിത ഹൃദയത്തിന് പകരം കൃത്രിമ ഹൃദയം വെച്ച് പിടിപ്പിച്ച് വൈദ്യശാസ്ത്ര മേഖലയിൽ മറ്റൊരു നാഴികക്കല്ലിട്ടു. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചുട്ടേക്കാം കേട്ടോ. പിന്നെ നമുക്കിനി മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ, ഇനി സസ്യങ്ങളിലെ സംവഹനം നടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് പഠിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ അതുകൂടെ നമുക്ക് നോക്കിയേക്കാം. സംവഹനം സൈലത്തിലൂടെ. അപ്പൊ സൈലം എന്താണ്, ഫ്ലോയം എന്താണെന്നൊക്കെ നമ്മൾ മുമ്പ് ഒരു പാഠത്തിൽ കൃത്യമായിട്ട് അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി എങ്ങനെയാണ് സംവഹനം നടക്കുന്ന ആ കാര്യം മാത്രം പറയാവേ. സസ്യങ്ങളിലെ സംവഹന കലകൾ വേര് മുതൽ ഇലകൾ വരെ പരസ്പര ബന്ധിതമായി വ്യാപിച്ചു കിടക്കുന്നു. വേരുകൾ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും സംവഹന കലകളായ സൈലത്തിലൂടെയാണ് ഇലകളിൽ എത്തുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോ ജലവും ലവണവും ഇലകളിലൊക്കെ എത്തുന്നത് സൈലത്തിലൂടെയാണ്. സൈലത്തിലെ മൃത കോശങ്ങളായ ട്രക്കീഡുകളിലൂടെയും വെസലുകളിലൂടെയുമാണ് ജലത്തിന്റെ സംവഹനം നടക്കുന്നത്. വെസലുകൾക്ക് ട്രക്കീഡുകളെ അപേക്ഷിച്ച് വ്യാസം കൂടുതലാണ്. വെസലുകൾ ഒന്നിനു മുകളിൽ ഒന്നായി ക്രമീകരിച്ചിരിക്കുന്നു. ഇവയ്ക്കിടയിലെ കോശഭിത്തി നശിച്ചു പോയതിനാൽ നീണ്ട പൈപ്പുകൾ പോലെയാണ് കാണപ്പെടുന്നത്. അപ്പൊ സൈലത്തിലെ മൃത കോശങ്ങളായ ട്രക്കീഡുകളിലൂടെയും വെസലുകളിലൂടെയാണ് ജലത്തിന്റെ സംവഹനം നടക്കുന്നത് എന്നുള്ളതൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി ഒട്ടനവധി പ്രക്രിയകളുടെ കൂട്ടായ പ്രവർത്തനം മൂലമാണ് ജലം സുഗമമായി ഇലകളിലും മറ്റു ഭാഗങ്ങളിലും എത്തിച്ചേരുന്നത്. ഈ പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ്? സസ്യസ്വേദനം അഥവാ ട്രാൻസ്പിരേഷൻ, മൂലമർദ്ദം അഥവാ റൂട്ട് പ്രഷർ, കൊഹിഷൻ, പിന്നെ അഡ്ഹീഷൻ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രോസസ്സ്. പക്ഷെ അതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൽ പഠിക്കാനില്ല കേട്ടോ, അതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇനി അടുത്ത ഇവിടെ ഒരു പരീക്ഷണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കിത് ഇവിടെ നോക്കാം. സസ്യസ്വേദനം വഴി ഇലകളിലെ കോശാന്തര സ്ഥലങ്ങളിൽ നിന്ന് ആസ്യരന്ധ്രങ്ങളിലൂടെ ജലം നഷ്ടപ്പെടുന്നു. ഇത് ഇലകളിലെ കോശങ്ങളിലെ മർദ്ദം കുറയ്ക്കും. ഈ മർദ്ദ വ്യത്യാസം പരിഹരിക്കുന്നതിനായി പ്രസ്തുത കോശങ്ങളിലേക്ക് സമീപ കോശങ്ങളിൽ നിന്ന് ഓസ്മോസിസിലൂടെ ജലം പ്രവേശിക്കുന്നു. ഇങ്ങനെ സസ്യസ്വേദനം വഴി ഉണ്ടാകുന്ന വലിവ് ട്രാൻസ്പിരേഷൻ പുൾ വളരെ ഉയരത്തിലേക്ക് ജലം എത്തിക്കാൻ സഹായിക്കുന്നു. അപ്പൊ ഈ ഓസ്മോസിസ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ ഓസ്മോസിസ്, സിമ്പിൾ ഡിഫ്യൂഷൻ അതിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ടിവേറ്റഡ് ഡിഫ്യൂഷൻ ഇതിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അത് ആ ഒരു ക്ലാസ് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഈ ഒരു ട്രാൻസ്പിരേഷൻ പുള്ള് വഴിയാണ്
വളരെ ഉയരത്തിലേക്കും ജലം എത്തിക്കാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ ജലതന്മാത്രകൾക്ക് പരസ്പരവും അവ സഞ്ചരിക്കുന്ന കുഴലുകളുടെ ഭിത്തിയുമായി ഒട്ടിച്ചേർന്ന് നിൽക്കാനുള്ള കഴിവുമുണ്ട്. ഈ പ്രതിഭാസങ്ങൾ യഥാക്രമം കൊഹിഷൻ എന്നും അഡീഷൻ എന്നും അറിയപ്പെടുന്നു. അപ്പം ഈ ഒരു കൊഹിഷൻ അഡീഷനെ പറ്റിയൊക്കെ നമുക്ക് കെമിസ്ട്രിയിലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ എന്താണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ജലതന്മാത്രകൾക്ക് പരസ്പരവും പിന്നെ അവ സഞ്ചരിക്കുന്ന കുഴലുകളുടെ ഭിത്തിയുമായിട്ട് ഒട്ടിച്ചേരാനുള്ള കഴിവുണ്ട്. ഇവയോടൊപ്പം ജലം ആഗിരണം ചെയ്യുന്നത് വഴി വേരിലെ കോശങ്ങൾ രൂപപ്പെടുന്ന മൂലമർത്ഥവും ജലത്തിന്റെ സുഗമമായ വളർച്ചയ്ക്ക് സഹായമാവുന്നുണ്ട്. ഇനി അടുത്തത് ഫ്ലോയത്തിലൂടെ എന്താ നടക്കുന്നത്? ഫ്ലോയത്തിലെ മുഖ്യഭാഗമായ സീവ് നാളികളിലൂടെ സൂക്രോസ് രൂപത്തിലാണ് ആഹാര സംവഹനം നടക്കുന്നത്. സോ ജലത്തിന്റെ സംവഹനം നടക്കുന്നത് സൈലത്തിലൂടെയാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് പഠിച്ചു. ഇനി എന്താണ്, ആഹാര സംവഹനം നടക്കുന്നത് സൂക്രോസ് രൂപത്തിലാണ്. എന്തിലൂടെയാണ്? ഫ്ലോയത്തിലൂടെയാണ്. ഫ്ലോയത്തിലെ മുഖ്യഭാഗമായ സീവ് നാളികളിലൂടെയാണ്. സൈലം വെസലുകൾ പോലെ സീവ് നാളികളും ഒന്നിനു മുകളിൽ ഒന്നായി ക്രമീകരിച്ചിട്ടുള്ള കുഴലുകൾ പോലെ കാണപ്പെടുന്നു. എന്നാൽ സൈലം വെസലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയുടെ കുറുകെയുള്ള ഭിത്തിയിൽ സുഷിരങ്ങൾ കാണപ്പെടുന്നു. ഈ സുഷിരങ്ങളിലൂടെ സീവ് നാളുകളിലെ കോശദ്രവ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ആഹാര തന്മാത്രകൾ സീവ് നാളുകളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നു. സീവ് നാളുകളിലൂടെ ചേർന്ന് സഹകോശങ്ങൾ കമ്പാനിയൻ സെൽസ് കാണപ്പെടുന്നു. ഇവ സീവ് നാളുകളിലൂടെ ആഹാര സംവഹനത്തിന് സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയാണ് അവിടെ ഉള്ളത്. സോ അവിടെ ഓർത്ത് വെക്കേണ്ടത് എന്താണ്, ആഹാര സംവഹനം നടക്കുന്നത് ഈ ഫ്ലോയത്തിനുള്ളിലൂടെയാണ്. ഫ്ലോയത്തിലെ മുഖ്യഭാഗമായിട്ടുള്ള സീവ് നാളികളിലൂടെയാണ്, സൂക്രോസ് രൂപത്തിലാണെന്നും കൂടെ ഓർക്കാം. പിന്നെ ഇതിനെപ്പറ്റി ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സിലബസിൽ ഒന്നും തന്നെ ഒരു സിലബസിലും ഈ ഒരു എങ്ങനെയാണ് പ്ലാൻസിൽ ഇത് നടക്കുന്നത് എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷേ എന്ന് പറഞ്ഞ് നമുക്കത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ ഒരു ജസ്റ്റ് ഒരു ഐഡിയ വേണം. കാരണം ഈ കഴിഞ്ഞ LGSൽ ഈ ഒരു സസ്യകോശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ SCRTയിലും ശരിക്കും അത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ ബാക്കിയുള്ള, അതായത് ആൻസർ അല്ലാതെ വരുന്ന ബാക്കി 3 ഓപ്ഷൻസ് നമ്മുടെ SCRTയിൽ ഉള്ളതാണ്. അപ്പം അത് പഠിച്ച ഒരാൾക്ക് ആ ആൻസറിലേക്ക് എത്തിപ്പെടാം. പക്ഷെ നമ്മുടെ സിലബസിൽ അതൊട്ട് പറഞ്ഞിട്ടുമില്ല. എന്നാൽ അത് പാഠപുസ്തകത്തിലുള്ളതായതുകൊണ്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതുകൂടെ ഒന്ന് പറഞ്ഞു പോയത് കേട്ടോ. സോ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഈ ഒരു ചാപ്റ്റർ ഇതോടുകൂടി തീർന്നു. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ഇടുക, നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.